I want to welcome Pastor Edwin Jose. Pastor Edwin was with us 2 years ago, and he preached some powerful word. He's a man of prayer. Why I like him to come to our church is because he's a man of prayer, and a very humble man who prays a lot. I love people who pray a lot. People who pray are able to change the world. He has an anointing of prayer upon his life, and that is something I want the whole church to get. So when he called me in November, right, Pastor? He called me in November. He said he's going to come sometime in February, and I felt it was the right time because we are in a season of seeking the Lord's face. Amen. So let's welcome the man of God with a clap offering to the Lord, and let's be with a great expectation. He'll speak in Malayalam. I'll translate to English. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടെ നിന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, വാത്സല്യ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ, ഇന്ന് പകൽക്കാലം നീ അത്ഭുതം ചെയ്യണമേ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെടണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്യന്തം പരമാകുന്ന കൃപ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്നു തരണമേ. വചനം അവിടുത്തതാണ്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ചെയ്യണം, എല്ലാം മുറ്റുമായി ഏൽപ്പിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആശ്രയം നീ മാത്രം മതി യേശുവേ, നിൻ കൃപ മതി. ആശ്രയം നീ മാത്രം മതി യേശുവേ, നിൻ കൃപ മതി. ഉന്നതൻ നീ ശ്രേഷ്ഠനായോൻ, ആദി അന്തവും അറിയുന്നോൻ. ഉന്നതൻ നീ ശ്രേഷ്ഠനായോൻ, ആദി അന്തവും അറിയുന്നു. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കന്നേശു പരാ. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കന്നേശു പരാ. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. താഴ്ചയിൽ നീ ഓർത്തു എന്നെ, വീഴ്ചയിൽ നീ താങ്ങിയെന്നെ. താഴ്ചയിൽ നീ ഓർത്തു എന്നെ, വീഴ്ചയിൽ നീ താങ്ങിയെന്നെ. പുത്തൻ പാട്ടൻ നാവിൽ തന്ന് അങ്ങേ വാഴ്ത്തും അനുദിനവും. പുത്തൻ പാട്ടൻ നാവിൽ തന്ന് അങ്ങേ വാഴ്ത്തും അനുദിനവും. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കന്നേശു പരാ. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കന്നേശു പരാ. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ഒരു അനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധയും അടുക്കയില്ല, ഒരു അനർത്ഥവും ഭവിക്കയില്ല,
ഒരു ബാധയും അടുക്കയില്ല. എന്നെ കാക്കുന്നോൻ മയങ്ങുകില്ല, കാൽ വഴുതാൻ ഇടവരില്ല. എന്നെ കാക്കുന്നോൻ മയങ്ങുകില്ല, കാൽ വഴുതാൻ ഇടവരില്ല. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കെന്നേശുപരാ. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കെന്നേശുപരാ. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ആശ്രയം നീ മാത്രം മതി യേശുവേ, നിൻ കൃപ മതി. ഉന്നതൻ നീ ശ്രേഷ്ഠനായോൻ, ആദിയന്തവും അറിയുന്നോൻ. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കെന്നേശുപരാ. സ്തുതി ബലവും മഹിമയുമെല്ലാം അങ്ങേക്കെന്നേശുപരാ. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ആരാധന ആരാധന എന്നും നിനക്കു മാത്രം. ഓ, നമ്മുടെ കർത്താവിന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. വൈഡൽ ഖഡഗ റഗനഗ ശബ്തുനാരഗന. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ കർത്താവേ. കർത്താവേ, അന്ധകാര മണ്ഡലങ്ങൾ വഴിമാറാൻ ഓ തീ മതിലായി പരിപാലിക്കപ്പെടാൻ കർത്താവേ, സകല ജനത്തിന്റെ മേൽ ഇന്ന് പോൽക്കാലം വിടുതൽ ഇറങ്ങാൻ, രോഗങ്ങൾ സൗഖ്യമാകാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, പോരാട്ടങ്ങൾ നീങ്ങാൻ, വിടുതൽ സംഭവിക്കാൻ, അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടാൻ യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവെ കൊണ്ടുപോകാൻ അവിടുത്തെ അത്യന്ത ശക്തി ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകരപ്പെടുന്നതിന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങനെ ചെയ്യാൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to God. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. Thank God for this blessed time. വീണ്ടും ഈ ദൈവമക്കളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ ലഭിച്ച സന്ദർഭം ഞാൻ വിലയേറിയതായി കണക്കാക്കുന്നു. I consider this moments precious. ഇവിടെ ഉള്ള കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് വളരെ സ്നേഹവും അതുപോലെ ഞങ്ങളെ പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. I have a good prayerful relationship with the man of God here. ഇവിടെ വരുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ഒരു പ്രത്യേക ചൈതന്യം ലഭിക്കുന്നത് എനിക്ക് എൻ്റെ ശരീരത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും. When I come here, I feel a special experience to preach the word of God in my body. കാരണം ഇവിടെയുള്ള ദൈവമക്കളെല്ലാം നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. I know you're all spiritual people who pray. അതിന്റെ അനുഭവം ഈ ഹോളിൽ കയറുമ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയും. As soon as you get into the hall, you can sense that. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കണക്കിന് ചൂടാണ്. ആ ചൂട് പേടിച്ച് അമേരിക്കയിൽ വന്നപ്പോൾ ഇവിടെ അതിലും വലിയ തണുപ്പാണ്. You know, back in India it's very hot. You come to America, it's very cold. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ദൈവം അതാത് സമയങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നു. God is giving me strength to go through every situation according to the need. ദൈവം അതാത് സമയങ്ങളിൽ വഴികൾ തുറക്കപ്പെടുകയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനങ്ങൾ വിടുവിക്കപ്പെടുവാനും രോഗങ്ങൾ സൗഖ്യമാകാനും വഴികൾ തുറക്കപ്പെടാനും കർത്താവ് തന്റെ പ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord continues to send his work through me to deliver people, to heal the sick, etc., etc. ആമേൻ. ഞാനും ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ലോകപ്രകാരം നടന്ന നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. There was a time when I also was disobedient to the call of God upon my life. പക്ഷേ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ കൊടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ദൈവം അയക്കാൻ കാരണമായി. But God began to change me as I began to yield myself to him.
ദൈവത്തിന് എപ്പോഴും നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണമുണ്ട്. God always wants to speak to us. വചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, Even if we have the written word with വചനം us, നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും, even if we read it, അത് ഗ്രഹിക്കുന്നുണ്ടെങ്കിലും, even if we understand അത് it, പഠിക്കുന്നുണ്ടെങ്കിലും, even if we study അത് it, ധ്യാനിക്കുന്നുണ്ടെങ്കിലും, even if we meditate on it, അതായത് അതാത് സമയങ്ങളിൽ നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയും ദർശനങ്ങളിലൂടെയും അരുളപ്പാടുകളിലൂടെയും നമ്മൾ ഇടപെടുകയും ചെയ്യും. God keeps speaking to us through visions and utterances and many other ways which is known to him. അത് നമുക്ക് കാണാൻ കഴിയുന്നത് റേമ എന്ന ആ പദത്തിൽ നിന്നാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. We understand that for the understanding of the Rhema word. ഇത് ലോഗോസ് എന്നതാണ് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം. We know the written word is known as the Logos. ദൈവം ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ അത് ദൈവം പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതം നിവർത്തിച്ചു തരാൻ വിശ്വസ്തനാണ്. If God has told us something through the Rhema, he is capable of fulfilling it for us. Thank you, Lord. മനുഷ്യർ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. Even if people are not faithful, God continues to be faithful in their lives. ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾ തന്നെ നിന്നാൽ ദൈവം നല്ല ഒരു ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കാൻ കർത്താവ് കാരണമാക്കും. If you decide to stay in the spoken word spoken over you, God will take you to the right place at the right time. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നാലും അതിനെല്ലാം അതിജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ അയച്ചു തരാൻ ദൈവശക്തനാണ്. Sometimes we go through trials, but God is faithful. He sends us the right power to sustain us in that trial. ഞാൻ ഈ സമയങ്ങളെല്ലാം രാവിലെ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഒരു ഉച്ച വരെ ഇരുന്ന് കണ്ടിന്യൂസ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been called in the United States of America. When I have come, I forgo my breakfast and keep praying till afternoon. അത് ഏതെല്ലാം ചർച്ചകളിൽ ഞാൻ പോയി പ്രസംഗിക്കണമോ ആ സ്ഥലങ്ങളിലെ എല്ലാം ഓർത്തും ദീർഘമായ സമയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. Wherever I am been asked to pray, to minister, I think of these churches and pray for them. My wife, his wife is right now fasting for us this weekend. Praise the Lord for sister. Praise the Lord. Hallelujah. അങ്ങനെ ദൈവം തന്റെ പ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുകയാണ്. And thank God he is faithful. He is releasing his power, his work. ദൈവത്തിന് നമ്മോട് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദർശനങ്ങൾ തരിക അല്ലെങ്കിൽ അരുളപ്പാടുകൾ തരിക, ദൈവം തന്നെ തന്റെ ആത്മാവിനാൽ നമ്മെ നടത്തുക എന്നുള്ളതാണ്. What God does for us is he leads us by his spirit. He gives utterances into our mouth and other people and also shows us visions. ദൈവത്തിന് വേണ്ടി നമ്മെ അങ്ങ് നിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. Just yield yourself to God completely. Let him work. അതിൽ നിന്ന് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. We should not move to the left or to the right from the works of God. ആമേൻ. ദൈവം തരുന്ന ശബ്ദങ്ങളും ദൈവം തരുന്ന ദർശനങ്ങളും പിന്നത്തേതിൽ വലിയ മഹത്വരമാക്കി മാറ്റും. Thus the voices of the Lord, the visions of the Lord, at a latter time it becomes glorious. ആമേൻ. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം വായിച്ചതിന് ശേഷം ചില അനുഭവങ്ങൾ നിങ്ങളോട് ഇവിടെ പങ്കുവെച്ച് ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. I want to read a verse from the scriptures, then I want to tell you some testimony and then we will pray together. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ Genesis 15:1 says, ഒരാൾക്ക് വായിക്കാം. that's about Abraham. മതി. അബ്രഹാമിന് ദർശനത്തിൽ ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും എന്ന് പറയുകയാണ്. In his vision, God is giving Abraham an utterance which says, I am going to be your exceeding great reward and your shield. ഇത് കർത്താവ് അബ്രഹാമിന് കൊടുത്തത് ദർശനത്തിലാണ് കൊടുത്തത്. This was given to Abraham in a vision. അപ്പൊ അബ്രഹാം ഒരു കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചതെങ്കിൽ മുഴുകാര്യങ്ങളുടെ കാര്യമാണ് കർത്താവ് പറയുന്നത്. If Abraham was praying for one thing, God was answering for everything. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറയുന്ന പരിച എന്ന വിഷയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന പരിച പോലെയല്ല, ദൈവത്തിന്റെ പരിച വ്യത്യസ്തമാണ്. You know, the shield of the Lord is different from what we normally think of as a shield. ഇപ്പം ഒരു യുദ്ധത്തിന് പോകുന്ന രാജാവിന്റെ കയ്യിലിരിക്കുന്ന പരിച പോലെ അല്ല ഇവിടുത്തെ പരിച. The shield that we are talking about is not the one which a king has. അതൊരു റൗണ്ടിൽ ഇരിക്കുന്ന ഒരു സാധനം മാത്രമായിട്ടുള്ളൂ. What the shield we know is something of a round object. പക്ഷേ ഒരു കാര്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, Psalms 3:3 says, യഹോവയായ ദൈവം നമുക്ക് ചുറ്റും പരിച എന്നാ പറയുന്നത്. The Lord is our shield around us. അത് മാത്രമല്ല നമ്മുടെ തല ഉയർത്തുന്നവൻ എന്ന് പറയുകയാണ്. And he says he's a lifter up of our head. അത് മാത്രമല്ല അവൻ നമ്മുടെ മഹത്വം എന്ന് പറയുകയാണ്. He says he's also our glory. അപ്പൊ ചുറ്റും പരിചയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തമായ കാവലാണ്.
So around you, a shield means his protection അവൻ all around. നമുക്ക് ചുറ്റും തീ മതിലിട്ട് സൂക്ഷിക്കുകയാണ്. He is putting a wall of fire around his church and us. അത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 2-5 നമുക്ക് കാണാം. Zechariah 2:5 tells us that he is a wall of fire around us. അപ്പൊ നമുക്ക് ചുറ്റും ദൈവം ദൂതന്മാരുടെ കാവലിട്ടിരിക്കാൻ ഒന്നും ചെയ്യാൻ തക്കൊണ്ട് കഴിയില്ല. So because God has put angels all around us, the devil cannot do anything to us. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ദൈവം സംസാരിക്കുന്നത് അബ്രഹാമിനോട് ദർശനത്തിൽ എന്ന് കാണുകയാണ്. These kind of things are spoken to Abraham in a vision. നമ്മളെല്ലാവരും പിന്നീട് അതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് വന്നിരിക്കുന്നതാണ്. We all are, later projects or later things of what God has spoken to Abraham. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളകളിൽ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലോ രാത്രി സമയങ്ങളിലോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവം സംസാരിക്കാതിരിക്കത്തില്ല. God will speak to people who pray. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് രാത്രിയിൽ അരുളപ്പാടുകളോ ദർശനങ്ങളോ കൊടുത്തെന്ന് വരും നിശ്ചയമാണ്. God will give definitely utterances and visions to praying people. ദൈവം പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് അത് കണ്ടെത്തുക. We have to specifically find out what God is speaking. ആ കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുക. When we have to continuously pray for the things which God speaks to us. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. God is faithful to fulfill what he himself has spoken to your life. നാം ചിലപ്പോൾ പുറകോട്ട് പോയാലും ദൈവം നമ്മെ അതിൽ ഉയർത്താൻ തക്കവണ്ണം കാരണമായി തീരും. If we ourselves are becoming unfaithful, God will lift us up through that word and that through vision. എന്റെ ജീവിതത്തിലും ഈ ദർശനം എന്ന് പറയുന്ന വിഷയത്തിൽ വന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. In my life also I have had these kind of experiences concerning visions of the Lord. ഞാൻ ദൈവവചനം പഠിച്ചതിന് ശേഷമായിട്ട് ഞാൻ ഒരു 3 ദിവസം ഉപവാസം എടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ നിയോഗിച്ച ഒരു സ്ഥലത്തേക്ക് അയക്കണം. After studying the word of God, after going to a Bible college, I told the Lord, I took a 3-day fasting prayer and I said to the Lord, if you want to send me somewhere, you send me with a special ordination or an anointing, an ordination of the Lord. അപ്പോൾ ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞു, അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ പോകണം. The Lord told me to go to a place called Adimali in Kerala, a state of India. പക്ഷേ അടിമാലിയിൽ ഞാൻ പോയിട്ടില്ല. I've never been to that place. എനിക്ക് റിലേറ്റീവ്സ് ആരുമില്ല. I have no relatives there. പരിചയക്കാരുമില്ല. Nobody I know. എന്റെ കൂടെ വേറെ 3 പേര് കൂടെ സഹായത്തിനായിട്ട് വന്നു. ഞാൻ അവിടേക്ക് പോയി. When I went there, 3 people came with me. The 4 of us went there. ഒരു മാസം കഴിഞ്ഞപ്പോൾ 3 പേര് മടങ്ങി അവർ പഠിക്കാനായിട്ട് പോയി. The 3 of them went back. They wanted to continue their education. പിന്നെ ഞാൻ മാത്രമായിട്ട് ശേഷിച്ചു. I was the only person remaining. അവരെ ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ സാത്താൻ എന്നോട് പറയാണ്, നീ അവരും 3 പേരും പോയില്ല, അതുപോലെ നീയും അങ്ങ് പോകരുതെന്ന്. After seeing them off in a bus, when I came back, the devil challenged me and said, all the 3 of them have gone, you also will go back. ഇവിടെ അങ്ങ് ഒരു പാസ്റ്റർമാരെ നിർത്തിയിട്ടില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് This എന്നോട് land സാത്താൻ will പറയാം. not allow any man of God to stay and work. You also will have to go. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ വീടുകളിൽ പോയി സുവിശേഷം പറയുകയാണെങ്കിൽ ആരും അനുസരിക്കുന്നില്ല. And this is my experience. Whichever house I go, I preach the gospel, nobody will listen. ഒരു വീട്ടിൽ ഒരു കാത്തലിക്കിന്റെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനും ഭാര്യയും തമ്മിൽ സുവിശേഷം പറഞ്ഞോളാം, നിങ്ങൾ സുവിശേഷം വേണ്ട. I went to a Catholic's house and told him, he said, I will preach the gospel to her, my wife will speak the gospel to me, you don't have to come and tell us. അദ്ദേഹം അത് അവഗണിച്ചുവെങ്കിലും പിന്നത്തേതിൽ അനേക കത്തോലിക്കർ വിശ്വാസത്തിൽ വരാൻ കാരണമായി. Though he objected, many from the Catholic families began to come. ഈ 2 വർഷമായിട്ടും ഒരാൾ പോലും കഠിനാധ്വാനം ചെയ്തിട്ട് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരാതായപ്പോൾ ഞാൻ അങ്ങ് മടുത്തു. After 2 years of consistent and hard prayer, when nobody turned around to worship with me, I gave up. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഒരാളെങ്കിലും എന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ ഈ ദേശത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനെ തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. So I said, Lord, give me at least one young person to come and stand with me. പക്ഷെ ഒരു കാര്യം, അതൊന്നും നടക്കുന്നില്ല. But even then that was not happening. ഞാൻ ഒരു ദിവസം എന്റെ പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. So one day I took my bag, I decided to go back home. ഇനി അടിമാലി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. I said, I'm not working in Adimali anymore. പക്ഷെ കർത്താവ് അടിമാലിക്കാ പോകാൻ പറഞ്ഞത്. But the Lord had told me to go to this place. പക്ഷെ ഒരു കാര്യം, അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് കർത്താവ് പറയാണ്, നീഞ്ഞു പോന്നെങ്കിലും ദർശനം അടിമാലി കിടക്കുന്നേ ഉള്ളൂ. The Lord told me, even if you come back to Trivandrum, the vision is still there in this place called Adimali. അടുത്ത ദിവസം തന്നെ വീണ്ടും ബസ് എടുത്ത് അടിമാലി പോയി. The next day again I took a bus and went back to Adimali. വേറൊരു വീടെടുത്ത് പ്രവർത്തനം തുടങ്ങി. I took another house and started to work. Glory. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. I prayed for a young man. അപ്പൊ ഞാൻ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടും, പ്രസംഗിക്കും, സങ്കീർത്തനം പ്രസംഗിക്കും. ആകെ വിശ്വാസി, ആകെ പാസ്റ്റർ ഞാൻ മാത്രമേ ഉള്ളൂ.
At that time, I would stand there alone. I would take a pulpit and preach. The only person, the pastor and the believer, everything was one. That was me. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കും. I used to cry and pray. അങ്ങനെ ഒരു ദിവസമായി കഴിഞ്ഞപ്പോൾ 85 വയസ്സുള്ള പ്രായമുള്ള അമ്മച്ചി വന്ന് എന്നെ ഇങ്ങനെ എത്തി നോക്കി. One day, an 85-year-old lady came and looked in through the window. അമ്മച്ചി പറയാണ്, മോൻ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. He said, son, what are you doing here? ഞാൻ പറഞ്ഞ ആത്മാക്കളൊക്കെ നേടി ഒരു സഭ ഉണ്ടാക്കാമെന്ന് ഞാൻ I നോക്കുകയാണ്. said, I'm trying to plant a church with souls, new souls. അപ്പൊ അമ്മച്ചി അതൊന്നുമല്ല പറയുന്നത്, എന്റെ വീട്ടിൽ സമാധാനമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. So what Amachi is saying is, pray for me, there is no peace in my house. മക്കളൊക്കെ മദ്യപാനികളാണ്, എനിക്ക് രാത്രി കിടന്നുറങ്ങാനും ഒരു രക്ഷയില്ല. All my children are addicted to liquor. I have no way of sleeping in the night peacefully. ആമേ. അമ്മച്ചി എന്നോട് പ്രാർത്ഥിക്കാൻ കൂടി. So this Amachi, this old lady, കുറെ ദിവസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. so she kept on coming continuously. ഈ യാക്കോബറ്റിന്റെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ ഉപദേശങ്ങളോ ഒന്നും അമ്മച്ചിക്ക് അറിയത്തില്ല. Amachi doesn't understand the doctrine of the Jacobites or the Pentecostals. അപ്പൊ ഞാനിങ്ങനെ യാക്കോബറ്റിലുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ട് പിടിക്കാൻ അങ്ങോട്ട് ചെന്നത്. I was trying to influence all the Jacobite people into the Christian faith. എന്റെ പരിതാപാവസ്ഥ, എന്റെ ബുദ്ധിമുട്ടും കണ്ടപ്പോൾ അമ്മച്ചി ഒരു ദിവസം നിഷ്കളങ്കമായി പറയാണ്, മോൻ എന്റെ കൂടെ വാ, യാക്കോബറ്റ് പള്ളിയിലുള്ള ആളുകളെ കൊണ്ട് പാസ്റ്ററിനെ മോനെ സഹായിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ യാക്കോബറ്റ് പള്ളിയിലേക്ക് വിളിച്ചു. So one day this old lady called me to her church and said, come to my Jacobite church. I will make the people there to help you. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ യാക്കോബറ്റ് ചർച്ചിലൊന്നും പോയില്ല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചി തന്നെ പറയാണ്, എന്നെ സ്നാനപ്പെടുത്തുന്നത്, ഞാൻ സ്നാനപ്പെടുന്നതായിട്ട് ദർശനം കണ്ടു. Of course I didn't go after her, but after some time she came and said, please baptize me. I had a vision that I will be baptized by you. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ മക്കളെല്ലാം വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, അവനെ യുദ്ധത്തിനായിട്ട് വന്നാലോ എന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. So I asked this old lady, all your sons are in politics. What if they come and fight against me? പക്ഷെ അമ്മച്ചി തിരിച്ചെന്നോട് പറയാണ്, അവനെ ഞാനാ പ്രസവിച്ചത്, ഞാൻ പറഞ്ഞ പോലെ അവൻ കേട്ടാ മതി. But this old lady said, I gave birth to my sons. You just listen to what I say. They will not do anything. പാസ്റ്റർക്ക് പേടിയുണ്ടോന്ന് എന്നോട് ചോദിക്കുന്നത്. She was asking me, Pastor, are you scared to baptize me? അങ്ങനെ അമ്മച്ചി സ്നാനത്തിനായിട്ട് നല്ലതായിട്ട് ഒരുങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. So I understood that she was really ready for baptism. എന്നാൽ അമ്മച്ചിയുടെ കൂടെ വേറെ ഒരു 4 പേരൂടെ അങ്ങ് റെഡി ആയിക്കൊണ്ടിരുന്നു. And at the same time, 4 other people were also being prepared for baptism. അങ്ങനെ ഒരു ടാങ്കിൽ കൊണ്ടുപോയി അവരെ സ്നാനപ്പെടുത്തി. So we were able to baptize them using a tank. അങ്ങനെ സ്നാനപ്പെടുത്തി അങ്ങനെ പിന്നെ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. That is how people began to come. അപ്പൊ ദർശനം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. So the vision began to work out. പിന്നെ അതൊരു സഭയായിട്ട് രൂപാന്തരപ്പെട്ടു. And it began to become a church. അവ സഭയിലുള്ള ആളുകൾ തന്നെ പോയി ബ്രാഞ്ച് സഭകൾ തുടങ്ങി, അതും സഭകളായി. Then all the people in the church began to raise up branch churches. They were used to go out and churches were planted. അങ്ങനെ 25 വർഷമായിട്ട് ഇങ്ങനെ ഒരു 13ലധികം സഭകൾ ഉടലെടുക്കാൻ കാരണമായി. About 13 churches were birthed in 25 years. ഈ വർഷം വീണ്ടും 2 സഭകൾ തുടങ്ങാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനം തന്നു. This year the Lord has given me a vision to start 2 more churches. അത് ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന്, ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ് ദർശനം തന്നത്. The Lord told me to go to a house and pray. അതുപോലെ തന്നെ ആള് ചില പ്രയാസങ്ങളായിരുന്നു, കർത്താവ് സൗഖ്യമാക്കുകയും അവള് വിശ്വാസത്തിലോട്ട് വരികയും പിന്നെ ചില കുടുംബങ്ങളുടെ വന്ന് അതൊരു ചെറിയ സഭയായിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The lady in that house was sick. She was healed completely. Many people began to come. Now it's becoming a church. ആമേൻ. സഭയിലുള്ള ആളുകൾ തന്നെ പോയി ആ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാണ്. The people in the church, they themselves go and conduct the meeting. എല്ലാ സ്ഥലത്തും പോകാനായിട്ട് എന്നെ കൊണ്ട് സാധ്യമല്ല. I cannot go everywhere. അവർ വിശ്വസ്തയോടെ ആ കാര്യങ്ങൾ ചെയ്യുന്നു. They do it faithfully. അവരോട് പറഞ്ഞില്ലെങ്കിൽ അവർ പോകും. Even if I don't tell them, they go. അവര് ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God they do it so beautifully. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പെക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. So as I continue to go, there were challenges to my physical body. എനിക്ക് ഇസ്നോഫീലിയ വരാൻ തുടങ്ങി. I began to be attacked by isnophilia. തളർന്നു പോകുന്ന ചില അന്തരീക്ഷങ്ങൾ ഉണ്ടായി. There were situations and I would become weak. അങ്ങനെ വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയി. I had to go through a lot of struggles and trials. എതിർപ്പുകളും ധാരാളം ഉണ്ടായിത്തീർന്നു. A lot of obstacles were there. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരെയൊക്കെ വിടുവിക്കണമെങ്കിൽ ആരോഗ്യമില്ലാതെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല, എന്നെ സഹായിക്കണമെന്ന് ഞാൻ കർത്താവിനോട് I പറഞ്ഞു. said, Lord, you have to help me. I can't go and deliver people without health. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുകയാണ്. As I was praying, I saw a vision. ഒരു ക്ഷേത്രം മുറ്റത്ത് നിൽക്കുന്ന കൊടിമരം തനിയെ നിന്ന് കത്തിപ്പോവുകയും ചില പൂജാരിമാർ നിവേദിച്ചുകൊണ്ടിരുന്നതിൽ തട്ടിമറിഞ്ഞ് പരിഭ്രാന്തരായി ഓടുന്നതായിട്ട് കണ്ടു. I saw in a Hindu temple that flag was breaking down by itself and there was fire all around. All the tantris and the mantris were all running helter skelter. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അന്ധകാര ശക്തികളാണ് നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. He said, it are these demonic spirits are trying to bother you, your work. എന്നാൽ ഇതിന്റെ മീതെ ഞാൻ നിനക്ക് ഒരു അഭിഷേകം തരാൻ പോവുകയാണ്. Oh yes,
I'm going to give you an anointing over that. അതിനുശേഷം ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടവർ വന്നാൽ സൗഖ്യമാകാൻ തുടങ്ങി. After that, whoever was demon possessed began to be healed. എന്റെ ഇസ്നോഫീലിയം വഴിമാറിപ്പോയി. My eosinophilia also went away. ഞാൻ നല്ല ചെറുപ്പക്കാരനെ പോലെ തുള്ളിച്ചാടി പ്രവർത്തിക്കാൻ I തുടങ്ങി. began to work like a young man. അങ്ങനെ ആത്മാക്കൾ വീണ്ടും രക്ഷിക്കപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ കാരണമായി. So again, more people began to come and worship the Lord. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയാക്കി കൊണ്ടുപോകാൻ ആ ദർശനം തന്ന നിമിത്തം കർത്താവ് സഹായിക്കുന്നു. Because of the vision, God was able to strengthen me, and I'm going in the strength of the Lord, and it is prospering. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ നടപ്പിലാകും. Whatever plans God has for us will come to pass. ആമേൻ. ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ ആഴങ്ങളെ ആരായും. Those who are close to God, they will know the depths of God. ദൈവത്തോട് അടുത്തിരിക്കുന്നവർ സാത്താന്റെ ആഴങ്ങളും ആരായും. Those who are close to God, they will also know the depths of the devil. കാരണം ആത്മീയമായി നിൽക്കുന്നതിനാൽ സാത്താന്റെ തന്ത്രങ്ങളെയും മനസ്സിലാക്കി കിട്ടാൻ ദൈവം കൃപ ചെയ്യും. Oh, those who are close and are spiritual, they'll know the works of the devil. എവിടെല്ലാം ശത്രു നമുക്കെതിരെ പതിയിരിക്കുന്നു ദൈവം അത് വെളിപ്പെടുത്തി തരും. Wherever the devil is opposing you, the Lord will reveal it to you. Glory. ഭൂമിയിലുള്ള സകല ശത്രുക്കളെ യഹോവ കണ്ടുപിടിക്കുമെന്നാണ് ദൈവവചനം The പറയുന്നത്. Bible says the Lord will search out every person, every opposition in the world. അതുപോലെ ആത്മീയമായിട്ട് നമ്മൾ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ നമ്മെ കുറിച്ചുള്ളത് ഫോം ചെയ്ത് വെളിയിൽ വരും. When we go deep into the word of God spiritually, God will reveal it to us, God's plan for us. നമുക്ക് അതിനു വേണ്ടിയുള്ള ശക്തി അതാത് സമയങ്ങളിൽ ദൈവം തന്നുകൊണ്ടേയിരിക്കും. Oh, God will give us a strength accordingly at that time. ദൈവം നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. God will never let go of us. എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന കർത്താവാണ്. He is a God who is always with us and he helps us. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ്. His faithfulness is bigger than the skies. അവൻ നമുക്ക് സർവശക്തനായ ദൈവമാണ്. He is an almighty powerful God for us. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന He is ദൈവമാണ്. a God who does signs and wonders for us. അവൻ അനേക ആത്മാക്കളെ രക്ഷിച്ചെടുക്കാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നവനാണ്. He helps us to go and bring many people into the kingdom. ഈ ദർശനങ്ങളെല്ലാം അരുളപ്പാടുകളിൽ തരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവസഭയുടെ വ്യാപ്തിയാണ് മെയിൻ ആയിട്ടുള്ള The ഉദ്ദേശം. reason why God gives us all these utterances because he wants the church to expand and grow. അതിനോട് ചേർത്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് It is തരുന്നത്. with these things that God gives us everything. അതായത് ഒരു ആത്മാവിന്റെ രക്ഷ മുഴു ലോകത്തേക്കാൾ വലുതാണ്. Oh, the salvation of one soul is bigger than the entire world. അപ്പൊ നമ്മൾ ഒരു ആത്മാവിനെ നേടിയാൽ ഒരു ലോകത്തെ നേടിയതിന് തുല്യമാണ്. If we get one soul, it is like getting a world. ആത്മാക്കളെ നേടുന്നത് പോലുള്ള സന്തോഷം വേറെ ഒന്നുമില്ല. There is no joy like getting souls into the kingdom. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. That is very, very interesting. നമ്മൾ എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളെ തീർന്നിരിക്കെ ചിലർ കർത്താവിന്റെ രാജ്യത്തിൽ വന്നില്ല എങ്കിലുള്ള പോരായിക നമുക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. Just think of how some people, if they don't come into the kingdom, how it can affect us when we have already become children of the kingdom. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ ഇനി ഏത് മതക്കാരാകട്ടെ, ഭാഷക്കാരാകട്ടെ, ജാതിക്കാരാകട്ടെ, ആമേ ഏത് നിറക്കാരാകട്ടെ, അവരെല്ലാവരും കർത്താവിന്റെ അടുക്കൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord desires, especially in this place, God desires everybody, no matter what their background is, to come to the kingdom. അതിനുവേണ്ടി ദൈവദാസനെ മാത്രമല്ല സഭയിലുള്ള സകല ജനങ്ങളെയും ആമേ ഉത്തേജിപ്പിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അതിലേക്ക് നമ്മെ ഇങ്ങനെ നയിക്കുകയും ചെയ്യും. And the Holy Spirit will encourage you to go and get souls into the kingdom. ഇത് വാക്കുകളോ ഭാഷണോ ഇല്ലാതെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അത്ര ചെയ്യേണ്ടത്. Without words, without anything particular, hand over yourself to the Lord. He will do it. നമ്മൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിലാണ് ദൈവപ്രവൃത്തി നമുക്കായിട്ട് വെളിപ്പെടാൻ കാരണമാകുന്നത്. It is in the area of prayer, in particular situation, that God begins to reveal His plan for us. Thank you. കർത്താവ് തന്നെ പറയുന്നത് വാഗ്ദത്തകാലം അടുത്തപ്പോൾ മിസ്രയീമിൽ ജനം വർദ്ധിച്ചു പെരുകി എന്നാ പറയുന്നത്. The Lord says at the time of the promise to be fulfilled, the people began to increase in Egypt. അതിനുവേണ്ടി നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണം കർത്താവ് കാരണമാക്കുന്നത്. We must earnestly keep on praying for the works of the Lord to manifest in us, then it will happen. Thank you, നമ്മുടെ Lord. ഹൃദയത്തിനകത്ത് ഒരു നെഗറ്റീവ് ചിന്ത പോലും വരാതെ പോസിറ്റീവായുള്ള ചിന്തകൾ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മണ്ഡലത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപയാക്കും. Keep feeding on the word of God, the positive word of God, and pray, it will happen. എത്ര പ്രയാസമുള്ള കാര്യമായിരുന്നാലും അത് ലഘുവാക്കി തരാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും. The power of God will come upon us to minimize what seems to be very big. ആമേൻ. കർത്താവ് തന്നെ പറയുന്നത് ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ The പകരുമെന്ന്. Lord Himself says, I'll pour out my spirit on all flesh.
ആമേൻ സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, Nobody has seen God at any time. എന്നാൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. But we have heard the voices of the Lord. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മൾ We കേൾക്കുന്നു. hear the utterances of the Lord. ദൈവം നമ്മെ നയിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു. We experience the leading of the Lord every day. അതിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ തക്കവണ്ണം കർത്താവ് The സഹായിക്കുന്നു. Lord helps us to see it happening in us. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിലും ആത്മീയമായ തലങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. So people of God, keep on moving into the depth of spirituality and deep, intense prayer. ആരും ഉപരിതലത്തിൽ മാത്രമായിരിക്കരുത്. Do not be in the surface. ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് ചെന്നെങ്കിൽ മാത്രമേ വിലയേറിയ മുത്തുകൾ എടുക്കാനായിട്ട് We കഴിയുള്ളൂ. have to dig deep in prayer so that we can come up with precious gems. and താഴോട്ട് ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. the deeper we go, we will be able to see intimate and great wonders of the Lord. ആമേൻ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നമ്മുടെ ഈ ചർച്ചിലുള്ള ദൈവമക്കൾ എല്ലാവരും നല്ല ദർശനങ്ങൾ കാണുന്നവരായി ഉയർത്തപ്പെടും. Tonight the Lord wants to deal with all of you. He is going to lift you up so that you will be able to see vision. Somebody shout an amen. ദൈവത്തിന്റെ Hallelujah. ശബ്ദങ്ങൾ കേൾക്കാൻ തക്കവണ്ണം കഴിയും. You will be able to hear the voice of the Lord. പ്രാർത്ഥനയുടെ ആഴ മണ്ഡലങ്ങൾ ഇറങ്ങാൻ കർത്താവ് കൃപയാകും. God will help you to go deep into the affairs of prayer. ആമേൻ. ദൈവവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ദർശനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. There is something called vision in the word of God. ഈ ദർശനം എന്ന് പറയുന്ന കാര്യങ്ങളിൽ രണ്ടായിട്ട് നമുക്ക് ഒരു വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. When you think of vision, we can think of it twice, in two ways. അതായത് നമ്മളെ കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് തന്നെ കർത്താവ് തന്നിരിക്കുകയാണ്. God has given us a vision about ourselves. ഒരു ചെറുപ്പക്കാരന് അവൻ പഠിച്ചുയർന്നു വരണമെന്ന് അവന്റെ ഒരു ദർശനമുണ്ട്. A young man has a dream and a vision that he should rise up in life through education. ഒരു സഭയോ ആ സഭയിലുള്ള അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സഭയിലെ പാസ്റ്റർക്കോ ഇത് വളർന്നു വരുന്നതിനെ കുറിച്ച് ദർശനമുണ്ട്. Any good pastor will have a vision of rising high, growing up. അതുപോലെ തന്നെ അതാത് സമയങ്ങളിൽ ദൈവം കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. At the same time, there are visions which God gives at a particular time. അമ്മ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഒരു ദർശനമേ കാണാറില്ല. Some people say, I don't see anything. കുറെ നാളായി ഒന്നും കണ്ടിട്ട്. It's a long time since I saw ചില something. ആൾ പറയാണ്, ഞാൻ ധാരാളം ദർശനങ്ങൾ Some കാണാറുണ്ട്. people say, I see a lot of visions. അമ്മേ ചിലപ്പോൾ ദർശനങ്ങൾ കണ്ടാൽ ചില ആളുകൾ മറന്നു പോകാറുണ്ട്. Some people, they say visions but they forget it. ചില ആളുകൾ ദർശനങ്ങൾ കണ്ടാൽ അത് തെളിവായി കാണാറില്ല. Some people, they see visions but they are not specific about what they saw. ചില ആളുകൾ ദർശനം കണ്ടാൽ അത് തെളിവായി കാണുകയും അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് വരികയും ചെയ്യും. Some people see it clearly and they are able to clearly define it. എന്നാൽ ചില ആളുകൾ അങ്ങനെ ദർശനങ്ങൾ കാണാറില്ല. Some people don't see visions at all. എന്നാൽ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. Some people have dreams. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുകയില്ല. Every dream may not become a reality. എന്നാൽ ദൈവം വലിയ അർത്ഥങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ദർശനങ്ങൾ തരാൻ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. But God can always give us dreams. He can give us visions to lead us into the work of the Lord. ഇപ്പൊ അബ്രഹാമിന് ദൈവം കൊടുത്തൊരു ദർശനമാണ്, ഞാൻ നിന്റെ പരിചയായിരിക്കുമെന്ന്. God gave Abraham a vision, I shall be your shield. അതുപോലെ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം ആയിരിക്കും. I also will be your exceeding reward. അങ്ങനെ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം ദർശനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. We see in the book of Job how God gives visions. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. Chapter 33 of Job 14 to 18. ഒരാൾ ആ ഭാഗം വായിക്കുന്നത് നന്നായിരിക്കും. Let's read that. Job 33 14 to 18. Let's look at it quickly. Somebody can lift your voice, any language, read it out. Job For God speaketh once, yes twice, yet man perceiveth it not. Verse 15, in a dream, in a vision of the night, when deep sleep falleth upon men, in slumberings upon the bed, then he openeth the ears of men and sealeth their instruction. Verse 17, that he may withdraw man from his purpose and hide pride from man. Verse 18, he keep back his soul from the pit and his life from perishing by the sword. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന മനുഷ്യന് ഗാഢനിദ്രയുണ്ടാകുമ്പോൾ അവൻ രാത്രി ദർശനത്തിൽ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. When man sleeps deeply, God opens the ears of man so that he may impart himself in the man. അവനോടുള്ള പ്രബോധനയ്ക്ക് കർത്താവ് മുദ്രയിടുന്നു എന്നാണ്. Oh, God seals him so that man may be equipped to listen to what God has to say. ആമേൻ. സ്തോത്രം. ഈ പുറമേയുള്ള ചെവി തുറക്കുന്ന കാര്യമല്ല പറയുന്നത്, ഉൾച്ചെവി തുറക്കുന്ന കാര്യമാണ് He's പറയുന്നത്. talking about the inner ear being open.
ആമേ, ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിനകത്താണ് വിശ്രമിക്കുന്നെങ്കിലും നമ്മൾ ദർശനം കാണുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നതായിട്ട്. Sometimes we may be at home sleeping, but we may be seeing a vision of us driving through the streets. ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടിയിലൊന്നും അല്ല, വീട്ടിൽ ബെഡിൽ കിടക്കുക. We are waking up, we see we are still in the bed. ആമേ, ചില ആളുകൾ ഈ അമേരിക്കയിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്ത്യയിൽ കിടന്നുറങ്ങുന്ന പോലെ സ്വപ്നം കാണും. Some people when they sleep in the United States, they see that they are sleeping in India. ചിലപ്പോൾ ഇന്ത്യയിൽ കിടന്നുറങ്ങുന്ന ആളുകൾ അമേരിക്ക കിടന്നുറങ്ങുന്നതായിട്ട് സ്വപ്നം കാണും. വെറുതെ ആണെങ്കിലും കാണും. Those who are in India, they dream of being in the US, all over the world. Yeah. അത് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടതാണ്. കാരണം ഈ മനോഹരമായ പള്ളികളിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് ഞാൻ സ്വപ്നം I കണ്ടത്. saw once a dream when I was standing in beautiful churches in അത് America, അതുപോലെ സാധ്യമായി തീർന്നു. and it became possible. അപ്പൊ ദൈവം തരുന്ന ദർശനങ്ങൾ അതുപോലെ സംഭവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം കാരണമാക്കും. So God will make sure the dreams that He gives to you will come to pass. ആമേ, ചില ദർശനങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലാത്തതായി കാണാം. Some dreams and some visions have no value. ആമേ, ചില വിഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നടക്കേണ്ടുന്ന മണ്ഡലങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരും. Some visions God will reveal to us how we should walk in those visions. അതിന് ദൈവത്തിന്റെ മക്കൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ടതുണ്ട്. People of God, bottom line, come close to God in prayer, stay prayer, go deep in prayer. ഈ സ്വപ്നങ്ങൾ കാണിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളോട് മാത്രമല്ല ദൈവം ചെയ്യുന്നത്. These dreams are given not only to believers. അതായത് യോസഫ് സ്വപ്നം കണ്ടു, അതുപോലെ ഫറവോന് സ്വപ്നം കണ്ടു. Joseph and Pharaoh both had dreams. യോസഫ് യഹോവയെ ആരാധിക്കുന്ന വ്യക്തിയാണ്. Joseph is a man under the covenant. ഫറവോൻ ദൈവത്തെ ആരാധിക്കുന്ന ആളല്ല. Pharaoh was not under godly covenant. ഫറവോയ്ക്ക് ആ ദർശനം കാണിച്ചു കൊടുത്തെങ്കിൽ ഒരു വാണിംഗ് ആയിട്ടാണ്. The Pharaoh, he got a dream as a warning. ആമേ, യഹോവയായത് ഇവിടെ ഉണ്ടെന്നുള്ള നിലയിലാണ് ഫറവോനോട് സംസാരിക്കുന്നത്. God was speaking to Pharaoh that God's presence was there and he was greater than അതേ Pharaoh. സമയത്ത് യോസഫിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വർക്കൗട്ടായി വരികയും കാര്യങ്ങൾ സാധ്യമായി തീരുകയും ചെയ്യും. But the vision of the dream given to Joseph came in by faith, gradually, eventually. നമ്മുടെ ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കൂ, നമ്മളെ കുറിച്ചുള്ള ചില ദർശനങ്ങൾ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. We have received instructions through dreams about ourselves. ആമേ, Amen. അത് നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകത്തിനകത്ത് അടച്ചു വെച്ചിരിക്കാനുള്ളതൊന്നുമല്ല. Some of us have kept it in a book. അത് വർക്കൗട്ടായിട്ട് പുറത്തു വന്ന് വലിയ ഫലങ്ങളായിട്ട് അത് മാറുകയാണ്. It is working out and becoming great fruit. ആമേൻ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ തക്കവണ്ണ സ്വർഗത്തിലെ ദൈവം അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കുകയാണ്. God is opening up ways how this vision works out and becomes a great thing in the kingdom of ആമേൻ, God. ദൈവം ദർശനങ്ങൾ കൊടുക്കുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രമല്ല, അത് അന്ത്യകാലത്തേക്കുള്ളതെന്നും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. The Bible says that it is given to us not only for a temporal time but also for the end time. ആമേൻ, കാലങ്ങൾ കഴിയുന്നതോടെ ഇത് വർദ്ധിപ്പിച്ച് കിട്ടുമെന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. As time moves on, this will begin to increase, says the കുറഞ്ഞു Lord. പോകുന്ന അനുഭവമല്ല, വർദ്ധിച്ചു വരാൻ കാരണമായി തീരും. This will become more and more in our lives. ആമേൻ, അതിലേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ. May the Lord help us to submit ourselves into the understanding of ആമേൻ, visions. കർത്താവിന്റെ കാര്യങ്ങളിലും ദൈവം ദർശനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. Even in the ways of the Lord, God has given it through visions. നമ്മൾ ഈ 4 ഭിത്തിക്കകത്ത് ഇതിനകത്തിരിക്കുമെങ്കിലും ഈ യോഗം കഴിഞ്ഞാൽ എന്തൊക്കെ ആയിത്തീരും നമുക്കൊന്നും അറിയത്തില്ല. Even if right now we are in the 4 walls of this hall, after the meeting we don't know where all we are going to be. പക്ഷേ ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അടുക്കും ചിട്ടയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. But God has already set everything in good order. ആ മണ്ഡലങ്ങളിലൂടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിച്ചുകൊണ്ട് പോകും. And the Holy Spirit will take us through His own order. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Those who believe that, lift your hands and praise God. അപ്പോ ദൈവം രാത്രി ദർശനത്തിൽ നമ്മോട് ഇടപെടുന്നത് നമുക്ക് നല്ല പ്രബോധനങ്ങൾ തരാനായിട്ടാണ്. God gives us visions in the night so that He may give us good exhortations. നമ്മുടെ തെറ്റുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് The Holy സംസാരിക്കും. Spirit will speak to us concerning our drawbacks. നീ അതിൽ നിന്ന് മടങ്ങി വാ എന്ന് പറയാൻ കാരണമായി. The Holy Spirit will say, come back from your sins. ചില സമയങ്ങളിൽ നിന്റെ പ്രാർത്ഥന പോരാ എന്ന് പറയും. Sometimes the Holy Spirit will say, that is not enough, that you pray more. നീ കുറെ കൂടെ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പറയും. My child, pray deep, in depth, says the Holy Ghost. ചില സമയങ്ങളിൽ നിന്റെ ജീവിതം എല്ലാം മെസ്സപ്പായി കിടക്കാൻ എല്ലാം റെഡിയാക്കി വെച്ച എന്ന് പറയും. Sometimes the Holy Spirit will tell you, you are in a disarray, get things in order in your life. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ദർശനം കണ്ടതാണ്. അതായത് അമേരിക്കയിൽ വരാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ബൈബിൾ കോളേജിലെ സർട്ടിഫിക്കറ്റ് മുഷിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു. അതൊരു നല്ല പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ടൊരു വ്യക്തി നിന്ന് പറയുന്നതായിട്ട് ദർശനം കണ്ടു. One day I had a vision, my Bible college degree was in a mess. A person was telling me in the dream, get a new fresh print for your Bible college degree. എംബസി ചെന്നപ്പോൾ ചോദിച്ചത്, നീ പാസ്റ്റാന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? When I went to the embassy, what is the
proof that you are a pastor. അതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അങ്ങനെ കാണിച്ചത്. That is why the Holy Spirit showed me that certificate. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. When I gave it to them, they didn't say anything. അവർ വിസയുടെ കാര്യത്തിന് വേണ്ടി അങ്ങ് പോവായിരുന്നു. They just moved on with the visa matters. എല്ലാ കാര്യത്തിനും മുന്നിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ കാരണമായി. For everything right in front, the Spirit of the Lord was speaking. നമ്മുടെ സഭയെക്കുറിച്ചും ദൈവം സംസാരിച്ചിട്ടുണ്ട്. Even about this church, God has spoken to me. ഇപ്പോഴും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Even now He is speaking about the church. ഈ ദർശനത്തിന് ഒരു എൻഡിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോകും. The Holy Spirit will take to a fulfillment of the vision God has given to this church. Hallelujah. നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ യോസഫ് 15 വർഷം കാത്തിരുന്നു. Joseph waited for 15 years. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. Abraham 25. മോശ 40 വർഷം കാത്തിരുന്നു. Moses 40. യേശു 30 വർഷം കാത്തിരുന്നു. Jesus 30. 3.5 വർഷം കൊണ്ട് കർത്താവ് അതിമഹത്തായ ശുശ്രൂഷ ചെയ്യാൻ And in 3.5 years he did the greatest work at any time. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ആമേൻ സ്തോത്രം, തല താഴ്ത്തിക്കാനല്ല അവൻ തല ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. God doesn't push you down, He lifts you up. അതുകൊണ്ട് കർത്താവ് നമുക്ക് ചുറ്റും എപ്പോഴും പരിചയായിരിക്കുകയാണ് ചെയ്യും. So the shield of the Lord is always around you. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ശക്തി അയച്ചതിൽ വിജയം കൊടുക്കാൻ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. God is sending His fire and power upon children who are studying, that their minds will be open, they'll become intelligent to study and get through and pass. അവർ പോകുന്ന വഴിയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കാൻ കാരണമായി തീരും. Even as they walk in the way they go, the Holy Spirit will begin to move in their lives. ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മോൻ പ്രാർത്ഥിക്കാനായിട്ട് നിന്നില്ല. I went to a house. In that house, the son was not willing to pray with me. ആമേൻ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് പ്രാർത്ഥിക്കാതെ നിൽക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ യേശുവിൽ വിശ്വാസം ഇല്ലാത്തിട്ടാണ്. He said, I don't believe in Jesus, I'm not going to pray. He told me. എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അവനോട് സംസാരിച്ചു. I began to talk to him about Jesus. അവനിൽ ചെറിയ വ്യതിയാനങ്ങൾ വരാൻ തുടങ്ങി. Some changes began to happen. ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടാൻ തുടങ്ങി. The Holy Spirit began to work with him. അപ്പൊ ദൈവം നമ്മോട് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. God is somebody who works in our life. ആമേൻ സ്തോത്രം. ഈ ദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. We as a church, this is a word for the church, we need to commit ourselves for the vision that God has given to the church. Those who make agreement say amen. നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. God has kept everything for us in heaven. ആമേൻ. സമയമായി കഴിയുമ്പോൾ എല്ലാം നമ്മുടെ കരങ്ങളിൽ ലഭിക്കാൻ കാരണമായി തീരും. At the right time everything will come into our hands. ആരും ആ കാര്യത്തിൽ പുറകിലോട്ട് പോകാൻ തക്കവണ്ണം പാടില്ല. Please do not go back concerning that matter. ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ശരീരത്തോട് പിശാച് വാതുകെട്ടാൻ കാരണമായി. The minute I spoke these words to you, the devil has tried bothering me in my body. ഞാൻ ആ പ്രാർത്ഥിച്ചതിനെ ജയമെടുത്തു. I prayed and won over. എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. I told my wife, pray. അപ്പോ ഈ പറയുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ടായി വന്ന് വലിയ വിടുതലാക്കി തീർക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവൻ നമ്മുടെ മേൽ അയക്കുകയാണ്. God is sending a great work in us, that His work will continue to manifest and come to fulfillment. ആമേൻ. നാം കൂടുതൽ അടുത്ത് കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം അഗോചരമായ കാര്യങ്ങൾ നമുക്ക് കാണിക്കും. You know, as we come closer to God, God will show us even greater things. ആമേൻ. ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ കാണിക്കും. He will show us awesome things. ആമേൻ. ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കർത്താവ് He will കാണിക്കും. show us the ways of the world. ഈ പ്രസിഡന്റുമാരുടെ കാര്യങ്ങൾ He കാണിക്കും. will show us things of the president. നമ്മുടെ റിലേറ്റീവ്സിന്റെ കാര്യങ്ങൾ He കാണിക്കും. will show us things of our നമ്മുടെ relatives. ചർച്ചിന്റെ കാര്യങ്ങൾ കാണിക്കും. Show us things of the church. നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ തന്നെ He will കാണിക്കും. show us things of our life. അങ്ങനെ ആമേൻ സ്തോത്രം. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മേൽ കൃപയൊരുക്കാൻ കാരണമായി തീരും. God, when we pray, will give us more grace to make all these things happen. ഹബക്കൂക്ക് 2:3 പറയുന്ന പോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ്. Habakkuk 2:3 says, the vision is yet for an appointed time. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. It is running towards its end. ഇത് വൈകിയാലും വരാതിരിക്കില്ല, വരും നിശ്ചയം, സമയം തെറ്റുകയില്ല എന്നാണ് പറയുന്നത്. It will happen at the right time. It will happen. ആമേ. ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. Behind all these good things, it is the power. ഒരു യുദ്ധത്തിന് പോലും പരിസമാപ്തി വരുത്താൻ കാരണമായി തീരുന്ന ഒരു ദർശനമാണ്. Even a war will be brought to its unnatural conclusions through the Spirit of God and the vision of God. നമ്മളെ കുറിച്ച് തന്നെയുള്ള ഭീതികൾ ദേശത്തിൽ ദൈവം വരുത്താൻ തക്കവണ്ണം വിശ്വസ്തനാണ്. God is faithful that the land will fear God's people.
ആമേൻ. ജനങ്ങൾക്ക് ദൈവം ദർശനം കൊടുത്തിട്ട് ആളുകളെ ഈ ആലയത്തിലേക്ക് ആകർഷിക്കാൻ ദൈവത്തിന്റെ ശക്തി അയക്കും. The power of God will be sent to attract people to this church in the fear of the Lord. പക്ഷെ ഇവിടെ ശക്തമായിട്ട് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But in the meanwhile, we need to be in an attitude of prayer. ഇവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. Only when you pray, God will begin to move in those places. ആമേൻ. പ്രാർത്ഥിക്കാതെ സുഖമായി കിടന്ന് ഉറങ്ങുന്ന വീടുകളിൽ സാത്താനും സുഖമായി കിടന്നുറങ്ങും. People who don't pray are companions to the devil. എന്നാൽ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന വീടുകളിലാണെങ്കിൽ സാത്താൻ ടെറസിന്റെ മണ്ടയിൽ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും. But if you are praying, the devil will have no rest in your areas. സാത്താൻ ഓടിപ്പോകാൻ കാരണമായി തീരും. The devil will begin to move away. നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഇഷ്ടമല്ല. When the devil doesn't like us to pray, how? സാത്താൻ കരയുന്ന മണ്ഡലം എന്ന് പറയുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. The devil begins to cry when you pray and I pray. കാരണം ദൈവമക്കൾ ദൈവമായിട്ട് സംസാരിക്കുകയാണ്. Because you are talking to your heavenly Father. ദൈവമായിട്ട് സംസാരിക്കുന്നത് എത്രയോ സന്തോഷകരമായ കാര്യമാണ്. How wonderful it is to pray. അതുപോലെ നിർമ്മലമായ ഒരു കാര്യം വേറെ ഇല്ല. There is nothing beautiful than that. ട്രങ്ക് കോളൊന്നും ബുക്ക് ചെയ്യണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കർത്താവിനോട് പറയാം. We don't have to book any trunk call. We can speak directly to നമ്മുടെ our കാര്യങ്ങളെല്ലാം ഉറങ്ങാത്തവനായി, ഉറക്കം വരാത്തവനായി, മയങ്ങാത്തവനായി എപ്പോഴും ശ്രദ്ധിക്കുന്നവനാണ്. Our God is always attentive. He doesn't sleep. He doesn't fall asleep. He doesn't faint. Forever he is actively listening. അത്രമാത്രം ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Such a powerful God we serve. യെശയ്യാ 64:4 പറയുന്നത് നമുക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആരുള്ളൂ എന്നാണ്. There who is a God like this God who works for us, says Isaiah 64:4. ഇതുപോലെ ശക്തനായ വേറൊരു ദൈവത്തെ നമുക്ക് കാണാനില്ല. We cannot see a God like this, a person like this. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക എത്ര മഹത്തരമായ കാര്യമാണ്. What a wonderful thing it is to stand with Jesus and live with him. അവിടത്തോടു കൂടെ എപ്പോഴും നടകൊള്ളാൻ തക്കവണ്ണം കാരണമാകണം. Oh, what a wonderful thing that we can walk with him. Let it be possible. Yes, ഇത് Lord. ഒരാളുടെ കാര്യത്തെ നിർബന്ധത്താൽ അല്ലാതെ ചെയ്യേണ്ടത്. This is not to be done legalistically, but from love. ഫുള്ളി ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. We have to give ourselves to the Lord. Lord, take me, let me walk with you. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന രണ്ട് പക്ഷികളെ പോലെ അതിൽ ഒന്ന് കാക്കയും മറ്റൊന്ന് പ്രാവുമാണ്. Oh, we see two birds in the book of Genesis. One is a dove, one is a crow. ആമേ. കാക്കയെ പോലെ വന്നും പോയിരിക്കാനല്ല, Not like a crow that comes and goes, പ്രാവിനെ പോലെ പറയാതെ ഒരു ഒലിവില കൊണ്ടുവരാനാണ്. but like a dove that brings a leaf of olive without telling. പ്രാവിനോട് പറഞ്ഞില്ല ഒരു ഒലിവില കൊണ്ടുവരാൻ. No, God did not tell the dove to do something. അത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ കാണാം. Genesis 8:7-11, you can see this comparison. അപ്പോൾ ആമേശ്വര ഒലിവില കൊണ്ടുവന്നപ്പോൾ വെള്ളം വറ്റിപ്പോയെന്ന് അറിഞ്ഞു എന്നാണ്. That means when the dove brought that olive leaf, Noah began to know that the waters had decreased. വചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞു എന്നും മറക്കുകയില്ല എന്നും ഓർക്കും എന്നുള്ള പദങ്ങളെ കാണാൻ കഴിയും. There are 3 words in the Bible: knowing, will not forget, and will remember. അതുപോലെ ഇവിടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള അടുപ്പവും ദൈവം മറന്നു കളയില്ല. The same way, this is a church. God will not forget your prayers to God. മറന്നു കളയുകയില്ല എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്ന് മാത്രമല്ല, അത് മുഴുവൻ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി തരാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. God is faithful not only not to forget your prayers, but to remember it and do it in a positive way. നാം അതിനുവേണ്ടി ഇങ്ങനെ കർത്താവിനോട് കണ്ണും നട്ട് നോക്കിയിരുന്ന് അവന് മഹത്വം കൊടുത്തുകൊണ്ട് ഇരിക്കുകയത്രേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. For that to happen, fix your eyes on Jesus. Give glory to God. ആമേൻ. ദൈവം ഈ കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. God is an increasing God. ആമേൻ. മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന മണ്ഡലങ്ങളിലാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. God's work is manifested in the areas where eye hath not seen or heard. നമുക്ക് ഹാർഡായുള്ള കാര്യങ്ങളുടെ മധ്യത്തിലും ദൈവം തന്റെ ശക്തി അയച്ച് അതിനെ സോഫ്റ്റ് ആക്കി തീർക്കാൻ ദൈവത്തിന്റെ കരം ശക്തമാണ്. The hand of the Lord is strong enough to mild what is strong in your life. ആമേൻ. കർത്താവും പറയുന്ന ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളും ജയിക്കയില്ല The എന്നാണ്. Lord says, I will build my church. The gates of hell will not prevail against it. ആമേൻ. അത് കർത്താവിന്റെ പ്രവചനമാണ്. It is the prophecy of the Lord himself. അത് മാത്രമല്ല കർത്താവിന്റെ ദർശനമാണ്. That is the vision of the Lord. ആ ദർശനം നമുക്കും പകർന്നു And he തന്നിരിക്കുകയാണ്. has given us that vision. അത് നമ്മുടെയും കൂടെ ദർശനമാണ്. It is our vision also. ആമേൻ. ദൈവത്തിന്റെ സഭ വളരും തോറും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരും. As the church begins to grow, our blessings also will increase. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തരാമെന്നാണ് കർത്താവ് വാഗ്ദത്തം First seek ചെയ്തത്. the kingdom of God and his kingdom,
and all these things shall be ആമേൻ. added. ദൈവത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. Do the things of God and God will do your things. ദൈവത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യവും ദൈവം When you നോക്കിക്കൊള്ളും. do the things of the Lord, God will do the things of your children. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാ മണ്ഡലങ്ങളിലും A to Z കാര്യങ്ങൾ ദൈവം ഇടപെടാൻ കാരണമായി തീരും. God will begin to deal with everything A to Z of things you need in this world. സഭാപ്രസംഗത്തിന്റെ 3-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് എല്ലാ അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരുമെന്നാണ്. Ecclesiastes 3:13, in his time he does all things well. എന്നിട്ട് പറയാണ് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. And he says God has put eternity in the hearts and minds of people. അപ്പൊ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. Worry not, pray you must. ആമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ നമുക്ക് When you pray, God's work will begin to manifest. ആമേ. ദൈവം നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം തുടങ്ങും. God will begin to speak to us. ആമേ. കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുമെങ്കിലും ആ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ സ്വർഗത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപയൊരുക്കുകയാണ്. At the right time, now God is preparing grace so that you can see what God is doing at the right time. ആമേൻ. ദൈവം ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞ അവിടോട്ട് പോകാനായിട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. If God is telling you to go somewhere, just give yourself to go to that place. ആമേൻ. ചില വീടുകളിൽ പോകാൻ പ്രേരണ തന്നാൽ അങ്ങ് പോകണം. If God tells you to go to some houses, go. ചില വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നാൽ അങ്ങ് പോകണം. If somebody calls you to pray, go. അവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ട. Don't worry about whether they believe or not. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. God is willing to work for us. ആമേൻ. സ്തോത്രം. ഈ ആടുകളാണ് ആടുകളെ പ്രസവിക്കുന്നത്. The sheep give birth to the sheep. ഇടയന്റെ കയ്യിൽ വടിയും കോലുമാണുള്ളത്. The man of God has a rod and staff. ആമേൻ. സ്തോത്രം. അത് എന്ന് പറയുന്ന പോലെ ജനങ്ങളെ കൊണ്ട് ദൈവമക്കളെ കൊണ്ട് ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യിക്കും. Through you, people of God, God wants to do great things. Glory. അങ്ങനെയാണ് ഞാൻ ആയിരിക്കുന്ന സഭ വളർന്നത്. അങ്ങനെയാണ്. That is the church which I was grew. ആമേ. ഇടയന്റെ കയ്യിൽ വടിയും കോലും ഉണ്ട്. ആമേ. ആടുകളെ പ്രസവിച്ചുകൊണ്ടിരിക്കുക. The authority is with the man of God, and the sheep keeps on giving birth to. അവരിൽ ധാരാളം പാലുകളും ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. ആടുകൾക്ക് പാലുണ്ട്. Hallelujah. ആമേൻ. And they are bringing in more milk. അത് മാത്രമല്ല ആമേ. സ്തോത്രം. ഈ പശു ചാണകം വിടുകയാണെങ്കിലും നല്ല പാല് കിട്ടുന്നതുകൊണ്ട് പശുവിനെ വളർത്തുന്നു. അതാണ് ശരി. Praise. So even if the cow gives out a lot of dung, അതുകൊണ്ട് the milk that comes is good. That അതുകൊണ്ട് is why- സഭയ്ക്കെതിരെ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് പാല് കാണുമ്പോൾ അതെല്ലാം മറന്നു പോവാണ്. Hallelujah. So even if there are some sheep who act like a cow, still there is use to them. അതുകൊണ്ട് That is why they are in the church. ഈ ചാണകത്തിന്റെ കാര്യം ഓർക്കുക വേണ്ട. So don't worry about the dung. പശുവിന്റെ മൂത്രത്തിന്റെ കാര്യം ഓർക്കണ്ട. Don't think about anything bad that comes out of them. ആ പാല് വരുന്ന കാണുമ്പോൾ ഇതെല്ലാം മാറിപ്പോവാണ്. When you see the fruit and the works of the Lord being manifest in people, അതുകൊണ്ട് we will rejoice. നമ്മൾ കഷ്ടപ്പെടുന്നതിനും പ്രയാസപ്പെടുന്നതിനും ഒക്കെ അപ്പുറമായിട്ട് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. So the Lord will help you to see all the pain and sacrifice that you go through. He will help you to see. That is the word for us. Hallelujah. നാം ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. When you do for God, God will do for us. നിങ്ങൾ നിർമ്മലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരോടും സംസാരിക്കും. ഈ സഭ എങ്ങനെ വളരുമെന്നും സഭയ്ക്ക് എന്ത് കൊടുക്കണമെന്നും ഒക്കെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. When you pray deeply, the Lord will tell you how to give to the church, how to build the church yourself. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. One day I was praying like this. I saw a vision. ഞങ്ങളുടെ സഭയിലുള്ള ഒരാളിന് കഞ്ഞി വെക്കാൻ അരിയില്ലെന്ന്. A person in our church did not have money even to buy food. അതുകൊണ്ട് കർത്താവിനോട് പറയണം, നീ അവരെ സഹായിക്കണം. The Lord should go and help them. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കടയിൽ പോയി അരി മേടിച്ച് അവർക്ക് കൊണ്ട് കൊടുത്തപ്പോൾ കണ്ണീന്ന് ഇങ്ങനെ വരികയാണ്. In the morning when I went to the shop and got them this rice, they began to cry. അപ്പൊ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എത്ര വലുതാണ്. How big, how wonderful. സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയാണ്, നീ ബൈക്കും എടുത്തോണ്ട് ഇന്ന റോഡിൽ കൂടെ പോകണമെന്ന് പറയാണ്. One day when I was praying, the Lord said, take your bike and go that way. പക്ഷേ എന്നിട്ട് എന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ പോണോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞപ്പോൾ കർത്താവ് പിന്നെയും പറയാണ്, നീ പോണം. My human mind said, should I really go? The Lord said, yes, you have to എന്നാൽ go. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടാറിടാത്ത ഒരു വഴി കൂടെ പോകാനായിട്ട് എന്റെ ഉള്ളിൽ പ്രേരണ തന്നുകൊണ്ടിരുന്നു. And as I began to move, the Lord told me to take a road without any tar on it. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു സിഗ്നൽ പോലെ കർത്താവ് കാണിച്ചിട്ട് പറയണം, ഈ വീട്ടിൽ നീ കയറണം. And the Lord showed me a signal and said, this is the house you have to go to. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി
നിലത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടത്. When I went into that house, I saw a sister sitting on the ground and crying. അപ്പൊ അവളുടെ വീട്ടിൽ ഒട്ടും സമാധാനമില്ല, There was no peace in her house, ഒരു സന്തോഷമില്ലാത്ത അന്തരീക്ഷമാണ്. no happiness. ഭർത്താവിനെ കൊണ്ടും ശല്യമാണ്, That husband was മക്കളെ കൊണ്ടും പ്രയാസമാണ്. children were not good. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി പറയാണ്, ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നെന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She said, I was really praying, I wish somebody would come near me and give me a word of consolation. എനിക്ക് ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു. I was telling I was going to commit suicide today if somebody did not come my way. അന്നാണ് ദൈവം എന്നെ അവിടെ അയച്ചത്. That is the day God sent me. അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഓഫാക്കി. So she did not commit suicide anymore. അങ്ങനെ അവള് കർത്താവിനെ വിശ്വസിക്കാൻ She കാരണമായി. began to accept Jesus as the Lord of her അവൾ life. ദൈവവചനം വായിക്കാൻ തുടങ്ങി. She began to read the Bible. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. She began to pray. പിന്നത്തേതിൽ അവൾ സ്നാനപ്പെട്ടു. Then she was അവൾ baptized. വിശ്വാസത്തിലേക്ക് വന്നു. She came to the faith. അവളുടെ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോയി. All her difficulties began to move away. മക്കളെല്ലാം സ്നേഹമുള്ളവരായിട്ട് മാറി. All her children began to be full ഭർത്താവ് of love. സ്നേഹമുള്ളതായിട്ട് മാറി. The husband changed. നന്മകൾ ഉണ്ടായിത്തീർന്നു. She began to see goodness. രോഗങ്ങളെല്ലാം വഴിമാറി. All the diseases began to move away. ഇപ്പോൾ പുള്ളിക്കാരി അനേക ആളുകളെ കർത്താവിന് വേണ്ടി നേടുന്ന ആളായി. Now she is an evangelist for the Lord. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുക. Thank God for the wonders of the Lord. Praise the Lord. Praise the Lord. ഈ മദ്യപാനം എന്ന് പറയുന്നത് വലിയൊരു വിപത്താണ്. You know, alcoholism is a big danger. ആമേ, ചില സഭകളിൽ പോകുന്ന ആളുകൾ ആരോടും പറയുന്ന രഹസ്യമായി കുടിക്കുന്ന ആളുകളുണ്ട്. There are people who go to many churches where they don't tell other people, but they drink privately. ആമേ, രഹസ്യമായി ചീട്ട് കളിക്കുന്നവരുണ്ട്. Secretly, they play cards. ഞാൻ ഒരിക്കൽ കാണുകയാണ്, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ നന്മ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട്. I saw one day in my vision a man was playing cards. All his blessings were being lost. ഞാൻ ശക്തമായിട്ട് അത് പ്രസംഗത്തിനിടെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരാൾ ഇങ്ങനെ ഇരുന്ന് കണ്ണുരുട്ടുന്ന കണ്ടു. When I was preaching that through the message, a man was rolling his eyes in anger. വേറെ ആരും കണ്ടില്ല. അതിന് അവസാനം ആ കാര്യങ്ങൾ വെളിപ്പെട്ട് വരാൻ കാരണമായി. Nobody else saw this, but at the end of the meeting, things began to reveal. അങ്ങനെ മദ്യപിക്കുന്ന ആളുകളും കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ കാരണമായി തീരും. Because of that, even people who were drunkards came to the Lord. ദൈവം ആമേ അതാത് സമയങ്ങൾ അവരെ പിടിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരും. At the right time, God will bring such people into the presence of God. ആമേ, ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്നാണ്. I have a brother in the church, his name is Mathai. ആ മത്തായിയുടെ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. Mathai means gift of God. അദ്ദേഹം 10 കിലോ അരി വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ കവർ മാത്രമേ കാണുള്ളൂ. You know, if he brings 10 kilos of rice to his house, you will finally find only the cover. അദ്ദേഹം കള്ളൊക്കെ കുടിച്ച് മത്തായിട്ട് വീട്ടിലെത്തുള്ളൂ. By the time he will be so drunk and he will be mattai, he'll come home. That ഒരു ദിവസം means അദ്ദേഹം ഈ മദ്യപാനം എല്ലാം ഉപേക്ഷിക്കാൻ അങ്ങ് തീരുമാനിച്ചു. one day he decided to give up all his alcoholism. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വാടക വീട്ടുകാർ അദ്ദേഹത്തെ ഇറക്കി പുറത്തിട്ടു. Because he did not even have money to give rent, the people, his landlord, threw him out. ആ സമയത്ത് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചു. At that time I gave him some money and helped him. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. He began to cry. മദ്യപാനം ഒഴിവായി. He began to give up his alcoholism. അദ്ദേഹത്തിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. His children were blessed. സ്വന്തമായി സ്ഥലമുണ്ടായി. He had his own place. വീടുണ്ടായി. He had his own house. ജോലി ഉണ്ടായി. He had his own job. അനേക ആത്മാക്കളെ രക്ഷിച്ചെടുക്കാൻ ആ ദൈവദാസനെ ഇപ്പോഴും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. God is using him to bring many to the kingdom of God. ഇതുപോലെ മത്തായി നടക്കുന്ന ആളുകളെല്ലാം കർത്താവിന് വേണ്ടി മത്താക്കാൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. There are people like that who are being Mathais now, but the Lord is going to change them, fill them with the Holy Spirit and bring them into the kingdom of God. അപ്പോൾ അത് ദൈവമാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ അങ്ങനെ അയക്കാൻ കാരണമാകുന്നത്. It is God who sends his works in the Holy Spirit like that. എവിടെ കർത്താവ് യേശു ക്രിസ്തുവിന് വസിക്കാൻ തക്ക ഇടം കൊടുക്കുമോ അവിടെ വളരെ പവർഫുൾ ആയിട്ടും അവിടെ പ്രകാശ പൂർണ്ണമായിട്ട് മാറും. Wherever you allow the Lord Jesus Christ to work, there will be light and the Lord will be able to work. അശുദ്ധി നീങ്ങിക്കൊണ്ടിരിക്കുന്തോറും ദൈവത്തിന്റെ സാമീപ്യം കൂടുതൽ അനുഭവിക്കാൻ കാരണമായി. The more you separate yourself from the dirty things of the world, more the presence of God will come. That is true. Absolutely. എപ്പോഴും നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കത്രേ വേണ്ടത്. Always hand over our bodies to a holy God and keep it holy. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന അനുഭവങ്ങളല്ല. Some of us have this tendency of moving to the world and coming back. No. എപ്പോഴും നിർമ്മലമായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Let there be a very sincere heart all the time. അതുപോലെ സ്ഥിരമായ ഒരു ആത്മാവ് ഉണ്ടായിരിക്കണം. Let there be a consistent spirit in the presence of God. ഇടയ്ക്കിടയ്ക്ക് അത് കറപ്റ്റഡ് ആയി പോകുന്ന അനുഭവങ്ങളല്ല. Not being corrupted once in a while. ആമേൻ. ചില സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ വീണുപോയാൽ അപ്പൊ തന്നെ ചാടി രക്ഷപ്പെട്ട് കർത്താവിനെ ആരാധിച്ചോളൂ. If you have ever fallen into sin, jump up immediately. Come back into the presence of Lord.
Don't be there. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മതിയായതാണ്. The blood of Jesus cleanses from all evil whatever. ആമേൻ. ദൈവത്തിന്റെ സാമീപ്യവും ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി നന്മകളെ വർഷിപ്പിച്ചു തരാൻ തക്കവണ്ണം കാരണമാണ്. Only when you consistently are in the presence of the Lord and come for meetings, that continuously God will bless you. ആമേൻ. ആര് പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും എന്നുള്ളൊരു തീരുമാനം. Whether people come or not, I will come for the meeting. That should be our decision. അത് ആരും വിളിക്കാതെ വരുന്ന അനുഭവങ്ങൾ. Don't wait for special invitation, people. ആമേൻ. വിസിറ്റിംഗ് പാസ്റ്റർ ഉണ്ടോ, അല്ലാത്ത നമ്മുടെ സ്ഥലം സഭയിലെ പാസ്റ്റർ ഉണ്ടോ, ഒന്നും നോട്ടമല്ല, കർത്താവ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. Don't worry about any pastor coming or not. If the Lord there, ആമേൻ. കർത്താവ് ഉണ്ടെങ്കിൽ ജനമുണ്ട്. where the Lord is, the people will be. കർത്താവ് ഉണ്ടെങ്കിൽ പാസ്റ്റർ ഉണ്ട്. If the Lord is there, the pastor also is there. കർത്താവ് ഉണ്ടെങ്കിൽ ദർശനമുണ്ട്. If the Lord is there, there is a vision. കർത്താവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. If the Lord is there, the Holy Spirit is there. കർത്താവ് ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളുണ്ട്. If the Lord is there, miracles are there. കർത്താവ് ഉണ്ടെങ്കിൽ വിടുതലുകളുണ്ട്. If the Lord is there, deliverance is there. കർത്താവ് ഉണ്ടെങ്കിൽ അതിന്റെ നന്മകളുണ്ട്. If God is there, the blessings are there. കർത്താവ് ഉണ്ടെങ്കിൽ സകല വഴികളും If the തുറക്കപ്പെടുന്ന Lord is there, അനുഭവങ്ങൾ every നമ്മുടെ door is being ജീവിതത്തിലുണ്ട്. opened in our life. Amen. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടരണം. We must consistently pray and move on. ആമേൻ. ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ച് കിട്ടും. Some things are going to be granted to us immediately. ചില കാര്യങ്ങൾ സ്വല്പം കഴിഞ്ഞേ കിട്ടുള്ളൂ. Some things will take a little time. ആമേൻ. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. Sometimes we won't get things because it is not the will of God. അതിന്റെ പുറകെ നമ്മൾ പോയിട്ടും കാര്യമില്ല. There is no point in wasting your time on it. ആമേൻ. നമ്മെ അഡ്രസ് ആക്കുന്നത് കർത്താവിന്റെ ശക്തിയാണ്. It is the power of God that gives us an address. കർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ ഉന്നതന്മാരായി തീരുകയാണ്. If we have the Lord, we will become great and mighty. കർത്താവ് ഉള്ളിടം വലിയ അനുഗ്രഹമാണ്. Wherever the Lord is, it will be a blessing. ഇപ്പോ ആത്മാക്കളെ രക്ഷിച്ചെടുക്കുന്ന നമ്മുടെ ജീവിതത്തിലെ വിടുതലുകളുടെ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്നാൽ അതേ സമയങ്ങൾ ദൈവം അത്ഭുതം ചെയ്യും. You know, concerning the salvation of souls, at the right time, God will do His deliverance work. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 4:2-3 വാക്യങ്ങളും പുറപ്പാട് 7:8 മുതൽ 12 വാക്യങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. Two things are mentioned in Exodus chapter 4 and 8. അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. I'll quickly tell you the content in both these texts. ആമേൻ. ദൈവം മോശയോടും അഹരോനോടും പറഞ്ഞു, ആമേൻ, ജനത്തെ മരുഭൂമിയിൽ ആരാധിപ്പാൻ തക്കണം വിട്ടുകൊണ്ട എന്ന് പറയാനായിട്ട് മോശയെ അഹരോനെ നിയോഗിച്ചു വിടുകയാണ്. God appointed or ordained Moses and Aaron to tell Pharaoh that the people had to be prepared to worship in the wilderness. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ദൈവം നേരത്തെ കൊടുത്തിരുന്നു. God told them what all they should do there. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം സ്റ്റക്കായ ഒരു അനുഭവം പോലെയാണ്. But when they went there, they felt they were stuck. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫറവോൻ പറയാണ്, നിന്നെയും അറിയത്തില്ല, അഹരോനെയും മോശയെ അറിയത്തില്ല, അഹരോനും മോശ ആരാധിക്കുന്ന ദൈവത്തെ അറിയത്തില്ല. They said, I don't know you, know your God, said Pharaoh. അപ്പൊ നോക്കണം, ഒരു സ്റ്റക്കായി പോയ അനുഭവം ആയില്ലേ? That was a situation in spite of the call എന്ത് of ചെയ്യുമെന്നുള്ള God. അനുഭവം ആയി പോയില്ലേ? They did not know what to do. Praise the Lord. Hallelujah. Hallelujah. അപ്പൊ കർത്താവ് പറയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? The Lord said, what is in your hand? നിന്റെ കയ്യിലിരിക്കുന്ന വടി. The rod in your hand. ആ വടി നിലത്തിടാൻ പറഞ്ഞു. Put it down. ആ വടി സർപ്പമായി തീർന്നു. It became a serpent. അപ്പോ നോക്കണം, ഒരു അറ്റൻഷൻ ഉണ്ടായി. And then there was a focus on the works of God. ആമേൻ. ഫറവോൻ അവരെ വീക്ഷിക്കാൻ തുടങ്ങി. The Pharaoh began to observe them. There was something about അപ്പൊ it. ഫറവോൻ പറയാണ്, ഞങ്ങളുടെ വിദ്വാൻമാരും ശുദ്രക്കാരും ആഭിചാരകന്മാരും ഇതുപോലെ ചെയ്യും. Pharaoh said, our magicians can do better things. അവരുടെ വടികളും കൊണ്ടുവന്ന് നിലത്തിട്ടു. So their sticks were also, rods were also put down. അതും സർപ്പങ്ങളായി തീർന്നു. That also became serpents. ആ സർപ്പങ്ങളെല്ലാം അഹരോന്റെ വടി ഇട്ട ആ വടി സർപ്പമായി തീർന്ന സർപ്പം വിഴുങ്ങി കളഞ്ഞു. The serpent of Aaron took over the serpents of the other magicians. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്രക്കാരുടെയും ആഭിചാരകന്മാരുടെയും മന്ത്രവാദികളുടെയും തന്ത്രങ്ങളെല്ലാം ഒടിഞ്ഞുപോയി. That means every witchcraft fellow in the land, their authority was broken. അതുകൊണ്ട് ഏത് പൈശാചിക പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മേൽ ജയം തരുന്നവരാണ് നമ്മുടെ കർത്താവ്. Any demonic activity, the Lord gives us victory. ഒരു കാര്യങ്ങളിലും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. You don't have to fear about anything. ആമേൻ. ദൈവം നിയോഗിച്ചയച്ചാൽ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരാൻ
അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. If God has sent you into a land, God is faithful to make you victorious. ആമേ, വടിയിൽ കൂടെയാണ് ദൈവപ്രവൃത്തികൾ വരുന്നത്. God's power comes through the authority, the rod. ചെറിയ മനുഷ്യരെയൊക്കെയാണ് ദൈവം വലിയ മനുഷ്യരാക്കുന്നത്. Small people, God makes big people. കൈപ്പത്തി പോലുള്ള ചെറിയ മേഘമാണ് വലിയ മഴയ്ക്കാക്കി കാരണമാകുന്നത്. A small hand becomes a big rain. 5 അപ്പോൾ 2 മീനുമാണ് 5000 പേര് പോഷിപ്പാൻ കാരണമായത്. 5 loaves and 2 fish were able to feed അത് 5,000. മാത്രമല്ല, അത് 12 കൊട്ട ബാക്കിയും കൂടെ എടുത്തു. Not only that, they had an extra 12 baskets full. ദൈവം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. God is a God who is increasing us. ആമേ, ആത്മീയ അനുഭവങ്ങളെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. Our spiritual things is increased by God. ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. He is somebody who increases our visions. ആമേ, പരിശുദ്ധാത്മാവിനെ അധികമായി നമ്മുടെ ജീവിതത്തിൽ തരുന്നവനായ He is ദൈവമാണ്. somebody who gives us the Holy Spirit much. ഒറ്റ നിമിഷം കൊണ്ട് അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ദൈവമാണ്. God can change situations in one instant. Glory. ആമേൻ. നമ്മുടെ ജീവിതത്തിലും പലതും ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. In our lives also things happen instantly. ഇപ്പൊ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഗ്രാജുവേഷൻ നടക്കുന്ന ദിവസം ആ സർട്ടിഫിക്കറ്റ് വായിക്കുമ്പോൾ ഉള്ള സന്തോഷം. The children who graduate, the joy is when they get that graduation certificate right into their അത് hands. 12 വർഷത്തിന്റെ ഒടുവിലാണ്. But that happens at the end of 12 years. അതുകൊണ്ട് കോളേജിൽ പോയിട്ട് കോളേജിന്റെ അവസാനവും കിട്ടുന്ന സർട്ടിഫിക്കറ്റും മഹത്തരമാണ്. Even the same thing when you go to a college, you get the certificate of graduation, you are joyful. അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും കിട്ടാതെ അവസാനം ഒരു ജോലി കിട്ടി ജോലിക്കുള്ള ഓർഡറുമായിട്ട് ഇങ്ങ് വരുമ്പോഴുള്ള സന്തോഷം. Also the joy of getting a job order in your hand. അതുപോലെ ആദ്യത്തെ ശമ്പളം മേടിച്ചുകൊണ്ട് വരുന്ന അനുഭവം. The first experience of getting the first salary, a job. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ഒരുക്കങ്ങളുടെ അവസാനമായിട്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് കാണാൻ കർത്താവ് സഹായിക്കുക. After every preparation, you see the hand of the Lord working for you, bringing you into fulfillment. ദൈവമക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഹാർഡായുള്ള കാര്യങ്ങൾ, ചിലർ രക്ഷിക്കപ്പെടാതിരിക്കുന്നത്, ചിലർ ഈ വചനത്തോട് അടുക്കാതിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളത്തിൽ വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങ് പുഷ് ചെയ്യുമ്പോൾ ദൈവം അവിടുന്ന് അരുളപ്പാടുകൾ കൊടുക്കും, ദൈവം വഴികൾ തുറക്കാൻ കാരണമാകും. When you hand over your desire for some people to come into the presence of Lord, God himself will do it. ആമേ, ഇതെല്ലാം ദൈവം നമുക്ക് അരുളപ്പാട് നമ്മെ പറഞ്ഞയക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. By his utterance, God sends us into blessings and sends us out. ഈ വടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സംഖ്യാപുസ്തകം 17:18 അഹരോന്റെ വടി തളർത്ത് പൂത്ത് ബദാം കായ്ച്ചു. We see in the book of Numbers how the rod of Aaron began to bud. അത് ഒറ്റ ദിവസം കൊണ്ടാണ് സംഭവിച്ചത്. Happened in one day. ആമേ, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you seen anything happening in one day? ഇവിടെ മിറക്കിൾ ഗ്രോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരാഴ്ച എടുക്കും. Even the miracle grow in America, it takes 1 week. എന്നാൽ ഇത് ഒറ്റ നിമിഷം കൊണ്ടാണ് സംഭവിച്ചത്. But this happens in one day. വടി അങ്ങോട്ട് സർപ്പമാകാൻ 1 മിനിറ്റ് പോലും എടുക്കേണ്ടി വന്നില്ല, ഞൊടിക്കുന്ന സമയം കൊണ്ടാ. The rod became a serpent in an instant. അതുപോലെ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുമെന്നാ പറയുന്നത്. Who will defy the days of small beginnings? അല്പകാര്യങ്ങൾ എന്ന് പറയുന്നത് 24 മണിക്കൂറല്ല. Oh, small things is not 24 hours. അത് 1 മണിക്കൂറും അല്ല. It is not even 1 അത് hour. 10 മിനിറ്റും അല്ല. It's not even 10 minutes. അത് 1 മിനിറ്റും അല്ല. Not even 1 minute. ഞൊടിക്കുന്ന സമയമാണ്. Immediately now. കർത്താവ് വരുന്നത് പോലെയാണ്, മിന്നുന്നത് പോലെയാ കർത്താവ് ഇങ്ങ് വരുന്നത്. Just like the Lord comes, he comes immediately. കർത്താവിന്റെ പ്രവൃത്തിയൊക്കെ വരുന്ന നിമിഷ നേരം കൊണ്ടാണ്. The work of the Lord is immediate. ഒരുങ്ങിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ വിടുതലായി ഇറങ്ങുകയാണ്. Wherever you are prepared, the Lord sends his work. ആമേൻ. Amen. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആളുകൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കിട്ടാതെ വരുമ്പോ ഇങ്ങനെ ഇരിക്കും. Some people are like this. When they keep on applying for a job, they don't get it. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഒരു ലെറ്റർ ആ പോസ്റ്റ് പെട്ടിക്ക് അകത്ത് ഇട്ടു. കുറെ കഴിഞ്ഞ് നമ്മൾ എടുത്തത് വായിച്ചു നോക്കി കഴിയുമ്പോ when we see the letter sent by the company, we see the job order, we are happy. അപ്പോൾ പെട്ടെന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വരുന്നത്. Suddenly the works of the Lord happen. ഇതുപോലെ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. This is how God does miracles for his children. എല്ലാ വിഷയ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ ദൈവം നമ്മുടെ മേൽ കൃപയാക്കുകയാണ്. God is giving us grace to rejoice in every area of your life. ആമേൻ. കർത്താവിന്റെ മുൻപാകെ നമ്മളൊരു വടിയായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. We have to give ourselves as a rod in the hand of the Lord. വടിയുടെ കൂടെ വേറൊന്നും വെക്കാതിരുന്നാ മതി. Don't put anything else with your rod. വടി മാത്രം മതി. That is the right word. Only the rod. വചനം പറയുന്നത് ഞാൻ വെറും വടിയോടുകൂടെയാണ് പോയത്. The Bible says I just went with the rod. ഉൽപ്പത്തി 32:10 കാണുന്നത്. You see that in Genesis 30. വെറും വടിയോടുകൂടെ പോയത് 2 കൂട്ടമായിട്ട് പോന്നു. Jacob with one rod became 2. Praise the Lord. വേറെ അർത്ഥം ഒന്നും എടുക്കണ്ട, സ്തോത്രം. ഞാൻ പറഞ്ഞ വെറും 2
പെട്ടിയുമായിട്ടാണ് പോയത്. പക്ഷെ ഒരു കാര്യം, ധാരാളം ആത്മാക്കളുമായിട്ടാണ് വന്നത്. He went with 2 boxes or bags into his place of work. Now God has blessed him with many souls. ആമേൻ. Hallelujah. നമ്മളെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളും. When we hand over ourselves to the Lord himself will ആമേൻ. do it. ദൈവം അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമ്മെ കൊണ്ടുപോയി വിജയത്തിലേക്ക് നയിക്കാൻ അവന്റെ കരം ശക്തം എന്ന് പറയട്ടെ. The Lord's hand is strong to take us to all these places and make us victorious. Amen. Praise the Lord. Hallelujah. Praise the Lord. അവൻ നമ്മെ സകല കാര്യങ്ങളിലും അനുഗ്രഹിക്കാൻ തക്കവണ്ണം കാരണമായി തീരും. He is going to bless us in every area of our life. Thank you, Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയാം ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണമെന്നുള്ളത്. The Holy Spirit knows what all areas we need. He will do it. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. All these things will happen in our life. ആമേൻ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാലും സംഭവിക്കത്തില്ല. Even if God doesn't like something, even if you pray, nothing will happen. ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു തരാൻ കാരണമായി തീരും. But everything he likes, he will give it to you. ആമേൻ. ശമര്യരുടെ പടിവാതിൽക്കുള്ള ക്ഷാമം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു എന്നുള്ളതാണ്. In one day, the famine in Samaria came to an end. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കാണുകയാണ്. 2 Kings chapter 7, you see that. 7:18 to 20 ആ ഭാഗങ്ങൾ നമ്മൾ കാണുകയാണ്. 2 Kings 7:18 to 20, you can see that. ആമേൻ. ഒറ്റ ദിവസം കൊണ്ട് ക്ഷാമത്തെയും മാറ്റിക്കളയാണ്. One day, even the famine was removed. One day. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ രോഗത്തെയും മാറ്റാൻ ദൈവം 1 ശക്തനാണ്. minute, our diseases can be നമ്മൾ taken away. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ മാറിപ്പോവുകയാണ്. When we pray, even diseases will be taken away. ഞാൻ ഇന്ന് രാവിലെ സ്വപ്നം കാണുകയാണ്, ചില ആളുകളെ നമ്മളിങ്ങനെ മുന്നിൽ നിർത്തി എല്ലാവരും വളഞ്ഞുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നതായിട്ട്. This morning I saw some people coming forward. It can happen. We are all praying for them together. It can happen. ആമേൻ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. God is a God of wonders. ആമേൻ. ദൈവവചനം നാം വായിക്കുമ്പോൾ സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം, ഒരു ദൂതൻ വന്ന് കുളം കലക്കും. John 5:4, an angel will come and stir the pond. കുളം കലക്കുന്ന സമയത്ത് ആദ്യം ചാടുന്ന വ്യാധി പിടിച്ച ഏത് വ്യക്തിയായിരുന്നാലും അവൻ സൗഖ്യമാകും. Whoever jumps in first, he will be healed. അപ്പൊ കുളം കലക്കാൻ ഒരുപാട് സമയം വേണ്ട. You don't need much time to stir the pond. അത് ദൈവം വച്ചിരിക്കുന്ന ഒരു സമയം. There is a time which God himself has set. ആ സമയത്ത് കുളം കലങ്ങുന്നു. In that time, the pond will be stirred. ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചാടുന്നു. The one who is ready jumps in first. അപ്പോൾ ആ സൗഖ്യം ഉണ്ടാകുന്നു. Then the healing takes place. എന്ന് പറയുന്ന പോലെ ദൈവപ്രവൃത്തി വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത വിടുതൽ കാണാൻ കഴിയും. When you are prepared, the works of the Lord will begin to manifest. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. Thank the Lord for the works he is എത്ര doing. പേർ കർത്താവിനെ സ്തുതിക്കുന്നു. How Praise many the people Lord. are happy? ഹല്ലേലൂയ. Hallelujah. ഞാൻ പാസ്റ്ററിനോട് ചോദിക്കാൻ ഇനിയും സമയമുണ്ടോ? Enough time. Okay. Praise the Lord. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I thank God for the wonders of the Lord. ആമേൻ. ദൈവത്തിന് നമ്മുടെ നടുവിൽ വസിക്കാൻ നല്ലൊരു ഇടം ഉണ്ടാക്കി കൊടുക്കണം. We must give God a place to reside in our midst. ആമേൻ. നമ്മുടെ വീട്ടിൽ അതിനുള്ള ഇടം ഉണ്ടാക്കി കൊടുക്കണം. In our house there must be a place. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ അതിനുള്ള ഇടം ഉണ്ടാക്കി In കൊടുക്കണം. our own lives there must be a desire. ആമേൻ. ദൈവത്തെ അകറ്റുന്നതായ ഒരു മണ്ഡലങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ There പാടില്ല. must be nothing in our homes that separates God from us. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. In our hearts, nothing that will keep God away. നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ ഉണ്ടാകാൻ തക്കവണ്ണം In പാടില്ല. our life there must be nothing that keeps God away. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. It is when you surrender like that, God will begin to manifest his glory. അങ്ങനെയുള്ള ദൈവമക്കൾ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ വലിയ ചലനങ്ങളും വലിയ വ്യത്യാസങ്ങളും വിടുതലുകളും സംഭവിപ്പിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. It is in that separation that God begins to work. Hallelujah. അത് ദൈവത്തിന്റെ വചനം പറയുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. Exodus 25:8 says it very clearly. അതൊന്ന് എടുക്കാമോ? Can you take that please? 25:8. 25:8. Sanctify yourselves tomorrow. No, for the Lord will do great things. Is that the one? അല്ലല്ല, അതിന്റെ നടുവിൽ വസിപ്പാൻ Oh, okay. So that I may dwell in, വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. and let them make me a sanctuary, a holy sanctuary, that I may dwell among them. ആമേൻ. കർത്താവിന് വസിപ്പാൻ ഒരു വിശുദ്ധമായ മന്ദിരം ഉണ്ടാക്കണം. Make a holy place in your heart, in your homes, that God may dwell in your home. അതായത് നമ്മുടെ ശരീരം തന്നെയാണ് വിശുദ്ധമായ മന്ദിരം. Our own bodies are the holy temple of God. പുതിയ നിയമപ്രകാരം വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. In the new covenant, God's real plan came into being. He wants to ഞാൻ നിങ്ങളിൽ മനസ്സലിയേണ്ടതിന് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. According to my tender mercies, commit yourself,
that your bodies may be temples of the living God. പഴയ നിയമകാലത്ത് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. In the Old Testament times, God talks about a അതിനകത്ത് sanctuary. പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും They കാണുകയാണ്. had 3 compartments there. അതിനകത്ത് പ്രാകാരത്തിൽ വന്ന് ജനം ദൈവത്തെ ആരാധിക്കുന്നു. There, people came into the holy place and started worshiping God. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആർക്കും നിൽക്കാൻ കഴിയാത്തതുപോലുള്ള അനുഭവങ്ങൾ And ഉണ്ടായിട്ടുണ്ട്. the presence of God came, nobody could stand. ആമേൻ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമാണ് കർത്താവിനെ ആരാധിക്കാനുള്ള അവസ്ഥയായിട്ട് In the കാണിക്കുന്നത്. New Testament, it is our body where the worship must begin. ആമേൻ. അതുപോലെ ഇങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം കാര്യങ്ങൾ ശരിയാക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. God, if you worship God like that, separate yourself, God will work on your behalf. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശ്ചര്യമായ ഒരു ആലയം തരാൻ ദൈവം വിശ്വസ്തനാണ്. Now the Lord says, when you begin to worship God like that, He is going to give you a worship place, a building. This is what I was waiting for. അതും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അതും തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുക്കും. God will prepare it for His children. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. Our God is a God of എത്ര miracles. പേര് കർത്താവിനെ How സ്തുതിക്കുന്നു? many people believe that? വിശ്വസിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. clap, ദൈവത്തിന്റെ give a clap ശക്തി ആ മണ്ഡലങ്ങളിൽ ഇറങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്മേൽ കൃപ ചെയ്യട്ടെ. Amen. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ദൈവം ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം കാരണമാകുകയാണ്. God is beginning to talk to us regarding that. ആമേൻ. ഈ ആലയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. For a church, a housing. ഞാൻ ഇനി വചനം സംസാരിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് മാത്രമല്ല സംസാരിക്കുന്നത്, ദർശനം കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. I am seeing the vision and preaching now, not only from the written word. ആമേൻ. ഞാൻ ഈ സഭയെ കുറിച്ച് നേരത്തെ തന്നെ ദർശനം കണ്ടു. I have already seen a vision about your church. പക്ഷെ എന്നെക്കാളും കൂടുതൽ ദർശനം നമ്മുടെ ഈ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ പാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തിരിക്കാം. The Lord would have given vision to the man of God standing here more than I have ആമേൻ. seen. പലരിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കപ്പെടാൻ കാരണമായി. The Holy Spirit would have spoken to many through many people. ഈ സഭയ്ക്കും ദൈവം മനോഹരമായ ഒരു ആലയവും അതിനകത്ത് നിറച്ച ആത്മാക്കളും തരാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുകയാണ്. God desires to give you a beautiful building and full of people. അതിനുവേണ്ടി കരം നീട്ടുന്നവരെയും ദൈവം അനുഗ്രഹിക്കും. Whoever is really going to extend their hand, God will bless. ആമേൻ. $10 കൊടുത്താൽ ദൈവം അതിന്റെ 100 മടങ്ങ് തിരിച്ചു തരും. If you give $10, God will give you 100 times. അപ്പൊ 100 കൊടുത്താൽ അതിലും 100 മടങ്ങ് തരും. God did 10,000. Even if you give 100, He'll give more. അപ്പൊ ദൈവം കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കും. Keep on giving, God will keep on giving. ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. Keep on giving. You will be people who keep on giving to God. Glory. ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ടും And കിട്ടിക്കൊണ്ടിരിക്കും. you will start receiving from God. ആമേൻ. നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം ഈ പരിസര മണ്ഡലങ്ങളിലും വ്യാപരിക്കും. When you begin to give like that, God will begin to manifest His glory all around. ആമേൻ. ഇവിടെ ഒരുങ്ങുമ്പോൾ പുറത്തു ഒരുക്കങ്ങൾ നടക്കും. When you prepare here, He will prepare outside. Absolutely correct. ഇവിടെ ഒരുങ്ങാതിരുന്നാലും നടക്കുകയില്ല. ഇതെന്നോട് ദൈവം പറഞ്ഞതാ. This is what God told me. Lot of preparation has to be done inside. When you are ready, prepared inside, He will begin to work for you outside. ആമേൻ. ഇവിടെ ഒരുങ്ങുമ്പോൾ ദൈവം പരിസരങ്ങളിലും ഒരുക്കാൻ കാരണമായി When തീരും. you prepare inside, He will begin to prepare outside. ചില ഉള്ളങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. God will deal with some hearts that are. അവർക്ക് ദർശനം കൊടുക്കും. ഈ സഭയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണം. God will give visions to people outside അത് that this church needs money. വിവിധ ആളുകളിലൂടെ അത് ചെയ്യും. He will do it through many people. ആമേൻ. ചിലർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ദൈവം കൊടുക്കും. For some people, God will give you some designs to get money from people and give to the church. ആമേൻ. ചിലരുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലായിരിക്കും, തുച്ഛമായിട്ടേ കാണുള്ളൂ. Some of you may have only $10. അപ്പൊ ചിലർ പറയാണ് അത് കൊടുത്താൽ എങ്ങനെ ശരിയാകും. And some of you are saying, no, how can He give $10? അങ്ങനെ ഉള്ളിൽ തോന്നിയാലും കൊടുത്തേക്കണം. But if you think like that, give that $10. പിന്നെ വേറെ ഒന്നും ചിന്തിക്കരുത്. Don't think of anything else. ആമേൻ. സന്തോഷത്തോടെ കൊടുത്തേക്കണം. Give joyfully. അതിനെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കരുത്. Please don't think anything else about it. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. You give in the next level, you will be blessed. അത് സഭയ്ക്കും വിടുതലാണ്. It is a deliverance for the church. ആമേൻ. Hallelujah. ആമേൻ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കും. The Lord will bless you to see the wonders of the Lord. ആമേൻ. ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം വായിക്കാതിരിക്കുന്നവരാരെന്ന ചോദ്യം. I want to ask you in a challenge, who has gone poor by giving to the Lord? ദൈവത്തിന് കൊടുത്താൽ അനവധിയായി വർദ്ധിപ്പിച്ചിരുന്ന ദൈവത്തിന്റെ അത്ഭുതകരം നമ്മുടെ മേലുണ്ട്. The hand of the Lord is upon us. He is going to give. He will give. Start giving to the Lord. അതിന്റെ മേലിൽ വിടുതൽ വ്യാപരിക്കുക. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിന് Clap your hands. ഒരു കാര്യം പറഞ്ഞോട്ടെ. There is a strong opposition in the church to even preach about giving.
But today it is being broken. You heard the man of God. Praise the Lord. I want to testify. The Lord told me when I started looking for buildings, the Lord said, the Lord of things to be done inside. You heard today. Hallelujah. Amen. Speak. The Lord is speaking His absolute word. കർത്താവ് തന്റെ വചനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. How many of you agree with this? Praise the Are you Lord. receiving it, people? Are you ready to obey? Hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. We are worshiping and serving together. ഇന്നത്തെ മണ്ഡലം അങ്ങനെയാണ് പോകുന്നത്. Today's way it's going like that. കാരണം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And I am also experiencing these kind of things. ഒന്നുമില്ലാത്ത സ്ഥാനത്താണ് കാര്യങ്ങൾ ദൈവം സാധ്യമാക്കുന്നത്. God makes things possible where there is nothing. ഞാനൊരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ When I was living in a small rented house, ഒരു ദൈവദാസൻ എന്നോട് ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആലയം ഉണ്ടാകും. a man of God told me, you will have your own building. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഷീറ്റ് മേഞ്ഞ 4 വിങ്ങുകളുള്ള ഒരു കെട്ടിടം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. God is preparing a building with sheets on asbestos sheet on Ade. top with 4 wings. അദ്ദേഹത്തെ ആ പാസ്റ്റർ ആദ്യമായിട്ടാണ് അടിമാലി വരുന്നത്. That man of God, a prophet, is coming for the first time in my place, Adimali. ഇതിനു മുമ്പ് എന്റെ ചർച്ചിലും വന്നിട്ടില്ല, ദേശത്തും വന്നിട്ടില്ല. He has never come to my church or into that place. അങ്ങനെ അദ്ദേഹം 3 ദിവസം ഞങ്ങളോട് He ഉണ്ടായിരുന്നു. was with us for 3 days. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് അങ്ങനെ ഒരു വീട് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയി. Then I went around with him to see if there is a house. അങ്ങനെ Like പലയിടത്തും നോക്കിയിട്ടൊന്നും കണ്ടില്ല. we looked into many places. അവസാനം ഒരു വീട് കണ്ടു. Finally we found a place. പക്ഷെ അതിന്റെ ഉടമസ്ഥനാണെന്ന് അറിയത്തില്ല. But you know, we don't know the landlord. എന്നിട്ട് അത് കണ്ടേച്ചിഞ്ഞു പോന്നു We saw it and came. എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. Nothing else. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള തന്നെ ഉള്ള ഒരു അച്ഛൻ എന്നോട് ഒന്ന് പറയാണ്, അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഓണറിനെ എനിക്കറിയാന്ന് പറഞ്ഞു. Then a person in the church said, I know there is a building like that. I know the owner. ആ ഓണർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. That owner was an advocate. അഡ്വക്കേറ്റിന് കുറെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. Advocate was going through a financial അദ്ദേഹം ആ problem. കെട്ടിടം വിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. He was about to sell that. ആദ്യം അറിയുന്നത് ഞാനാണ്. I was the first person to know. ഞാൻ രഹസ്യമായിട്ട് പോയി അതിനെ അന്വേഷിച്ചു. Secretly came to know about it. ആരും അറിഞ്ഞില്ല. Nobody came to know. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറഞ്ഞു, എനിക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, വിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വിലക്ക് എടുക്കാം? So he said, I am going to sell it. I need some finance. How much money can you take? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദേശത്തുള്ള വിലയേക്കാൾ അല്പം കുറച്ചാണ് അദ്ദേഹം പറഞ്ഞത്. He actually spoke but devalued the money than that was currently available. ഉടൻ തന്നെ 10,000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. Immediately I gave him a token advance. അടുത്തൊരു 3 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഏകദേശം പകുതി പൈസ കൊടുത്തു. In 3 months I gave him another 50%. അങ്ങനെ ഏകദേശം ഒരു 11 ലക്ഷം രൂപയ്ക്ക് 14 സെന്റ് സ്ഥലം ഈ ബിൽഡിംഗ് വാങ്ങി. I got 14 cents of land for 11 lakhs including the building. കൊടുത്തു Hallelujah. തീർക്കാൻ ഒരു വർഷത്തെ താമസം അദ്ദേഹം തന്നിരുന്നു. He gave me about an year to എന്നാൽ pay off. അത്രയും കൊടുക്കേണ്ടി വന്നില്ല. 6 മാസമായപ്പോൾ തന്നെ എല്ലാം കൊടുത്തു But തീർക്കാൻ. within 6 months I was able to pay off. അങ്ങനെ അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് മനോഹരമായ ഒരു ആലയം അവിടെ ഉയർന്നു. And we broke off all those things. A beautiful thing came up there. 100-ലധികം ആത്മാക്കൾ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു. Hundreds of people are now coming and worshiping God there. അപ്പോൾ ധാരാളം തടസ്സങ്ങളും പ്രതികൂലങ്ങളും എഴുന്നേറ്റു. Of course, there were a lot of opposition. എന്നാൽ അതിനെല്ലാം കർത്താവ് കീഴടക്കി. But the Lord overcame every one of them. അതിന്റെ മേൽ ജയമെടുക്കാൻ കർത്താവ് കൃപയാക്കി. The Lord allowed us to take victory. അപ്പൊ ഞാൻ ചോദിച്ചെന്നറിയാമോ, സഭയിലുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. But at that time, I asked the people in the church, what do you have? അവരുടെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. They had a little bit. ആ കുറച്ചെല്ലാം ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. I said, bring all that you have. അവരെല്ലാം ഇഞ്ഞു കൊണ്ടുവന്നു. They all brought it all together. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എവിടെ നിന്നൊക്കെ ഒരുങ്ങിയെന്ന് അറിയത്തില്ല. Once they brought, we don't know where the money began to come. ബാക്കി വരത്തക്ക നിലയിൽ സംഗതികൾ മാറി. Things began to move. There was excess. ആമേൻ. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. Thank God. ആ ബാക്കി വരുന്ന കാര്യം മാത്രമല്ല, പിന്നെ അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പിന്നെ ആലയങ്ങൾ പണിയാനുള്ള വഴികളായിട്ട് അത് തുറന്നു. That also became a door where we could build many churches. അതങ്ങനെ പൊക്കൊണ്ടായിരുന്നു സഹോദരൻ. It goes on. Praise അതുകൊണ്ട് God. അനുഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ദൈവത്തിന്റെ ആത്മാ പറയാ, The Holy Spirit says the same thing is going to happen here. ഇവിടെ ആലയം പണിയാൻ മാത്രമല്ല വേറെ ആലയങ്ങൾ പണിയും. You will build or buy many. ആമേൻ. അനേക പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കർത്താവ് കാരണമാക്കും. God will make you to open and start many things. ധാരാളം ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ കാരണമായി. Many will be delivered. വിവിധ ഭാഷക്കാർ വരാൻ കാരണമായി. Many language people will come. ആമേൻ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. The Holy Spirit power is moving over us. ആമേൻ. അതിനുവേണ്ടി ദൈവത്തിന്റെ മക്കൾ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വിടുതൽ മണ്ഡലങ്ങൾ നമുക്ക് കാണാൻ കർത്താവ് കൃപയാക്കുകയാണ്. People of God, submit to the vision of God. God will make it happen for you. എവിടെ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടും. Wherever we completely commit ourselves, the work of the Lord begin to happen. അതിനെ ആർക്കും തടസ്സപ്പെടുത്താനായിട്ട് കഴിയില്ല. Nobody can stop. മാനുഷികമായ മണ്ഡലം കഴിയില്ല. Oh, no human's place can
can stop you. പൈശാചികമായ മണ്ഡലം കഴിയില്ല. No demon can stand against you. ഇതിന്റെ മേലെല്ലാം വലിയ വിജയം ലഭിക്കും. God will give you a victory over all these things. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന വേറൊരു വചന മണ്ഡലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. I'm going to take you to another place where the Holy Spirit is now leading me to. അത് ഇതിനോട് ചേർന്നുള്ള കാര്യം തന്നെയാണ്. It goes along with this thing. ഒട്ടും അകലമുള്ള കാര്യമല്ല. Not very far. ആമേൻ, സ്തോത്രം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. We must pray in all these things. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ കാരണമായി. When you pray, the works of the Lord will begin to manifest. അതിന് കർത്താവ് പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ആ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു. Even today when I was meditating on your behalf, the Lord told me to speak these words. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. Ephesians 6:18. ഒരാൾക്ക് വായിക്കാം. Somebody can read it for us quickly. Ephesians 6:18. Thank you, Lord. Hallelujah. Lord, we praise you. We praise you. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ആമേൻ. സകല പ്രാർത്ഥനയാലും എന്നുള്ളൊരു പദം. Look at that term, praying always with all prayer. I want to focus on all prayer. സകലം പ്രാർത്ഥനയല്ല, Not some prayer, സകല പ്രാർത്ഥനയാലും. in all prayer. ആമേൻ, സ്തോത്രം. നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളിൽ When we pray in our home, പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിള്ളേരെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. praying for daddy, mummy and each of the children. അപ്പൊ ഒരു ഫാമിലി അടങ്ങി വരികയാണ് അതിനകത്ത്. A whole family is being included in that prayer. എന്ന് പറയുന്ന പോലെ എല്ലാ വിഷയങ്ങൾക്കായിട്ടും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. You should pray in this season. Hello saints, pray for each individual in your family. Papa, mummy, children, this, that, all, a brother, sister, like that. Pray individually for each person. എന്നാൽ ചില ആളുകൾ ചെയ്യാറുണ്ട്, എല്ലാം കൂടെ കാച്ചി കുറുക്കി ഒരൊറ്റ പറച്ചിലാണ്. Some people pray one prayer. Lord, you know me, you know my family, I love you, I know you. ആമേൻ. കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഇത് ഞാൻ വിശ്രമിക്കുകയാണ്. Lord, you know everything, and I lay my head down to sleep. അപ്പൊ കർത്താവ് തിരിച്ചു പറയും, ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. The Lord says, I know who I will give to. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Pray specifically for everything. Those in agreement say amen. അതിനകത്തൊരു പദപ്രയോഗം സകല പ്രാർത്ഥനയാലും എന്നാണ്. It says all prayer. അത് കഴിഞ്ഞിട്ടുള്ള പദപ്രയോഗം എന്നാണ് ഏത് നേരത്തും എന്നാണ്. The next thing I want to focus, at all times. രാവിലെ പ്രാർത്ഥിക്കാം, Morning, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, afternoon, വൈകിട്ട് പ്രാർത്ഥിക്കാം, evening, 10 മണിക്ക് പ്രാർത്ഥിക്കാം, 10 o'clock, 4 മണിക്ക് 4 പ്രാർത്ഥിക്കാം, o'clock, അർദ്ധരാത്രി പ്രാർത്ഥിക്കാം, middle of the night, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ when you pray, പ്രാർത്ഥിക്കാം, when you work, ഡ്രൈവ് when you ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ drive, പ്രാർത്ഥിക്കാം. ആമ ഏത് മണ്ഡലങ്ങളിലും പ്രാർത്ഥിക്കാൻ തക്കണം. at any നമ്മുടെ time. ജീവിതത്തിലിടെ ആവരണം. Let that grace come upon us now. പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയും. When you pray and pray, you will see things happen. ആമേ, അത് കർത്താവിനോട് യാചിച്ചുകൊണ്ടേ ഇരിക്കണം. Keep on asking God. Thank you, Lord. ആ കർത്താവിനോട് മുട്ടിച്ചുകൊണ്ടേ ഇരിക്കണം. Keep on knocking on the door. അത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. When you pray in the Holy Ghost. അത് കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. Another greater word is praying in the Holy Ghost. ആമേ, ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. Some people don't pray like that. ആമേ, ചില ആളുകൾ ചർച്ചിൽ വന്നാലും ഇരുന്ന് ഉറങ്ങുന്നവരുണ്ട്. Some people, even if they come to church, they will see visions and dreams. ചർച്ചിൽ ഇരുന്നാലും വേറെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക. Even if they're in church, they go to some other churches. കാർ എടുത്തുകൊണ്ട് ഷോപ്പിൽ പോകുന്നു, ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക. They think of taking the car and going somewhere here and there. ഇവിടെ പ്രാർത്ഥന നടക്കുന്നില്ല. അങ്ങനെ ചില മണ്ഡലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും സാത്താൻ. ആ മണ്ഡലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോടുള്ള സാമീപ്യത്തിൽ വർദ്ധിച്ചു വരാൻ കർത്താവ് നമ്മുടെ മേൽ കൃപയാകട്ടെ. സ്തോത്രം. This is a place where we have a problem. We are going to break it in Jesus' name. Praise the Hallelujah. Lord. Pray at all Hallelujah. times. Let your minds be here in Jesus' name. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നാണ് ദൈവവചനം Bible പറയുന്നത്. says pray in the Holy Ghost. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിരസതകൾ ഉണ്ടാകുകയില്ല. When you pray in the Holy Spirit, you will not be bored. നമുക്ക് ശക്തമായിട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയും. We will be able to move powerfully. Thank you, Lord. ആമേൻ. ദൈവത്തിന്റെ ശക്തി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. We will keep on receiving the power of the Holy ആമേൻ, Ghost. സ്തോത്രം. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന പലപ്പോഴും വിരസത ഉളവാക്കാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. Many times people think of prayer as an area of
boredom. It can be an experience like that also. വേറെ ഏത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അതിനകത്ത് ചിലപ്പോൾ അത്ര വിരസത ഉണ്ടാകില്ല. Nothing else may appear to be so boring. എന്നാൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ സ്വല്പം വിരസതയാണ്. But prayer is sometime. Yesterday night I dropped him home at 11 o'clock. And I told him, Pastor, go and have a good night's sleep. You know what he told me? No, I don't sleep like that. I'll be praying for another 1 more hour. He was driving all the way back from New Jersey. Somebody dropped him. Then I took him. I asked him to pray. I thought he was going to sleep. He was not. Somebody shout an amen. What a wonderful testimony. I love people like that. Praise the Lord. Hallelujah. He is preaching what he is practicing. Hallelujah. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പോകുമ്പോൾ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. It is when we pray in the Holy Spirit like that tirelessly, the Lord begins to work in our lives. കാരണം വചനം തന്നെ പറയുന്നത് ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കളവതച്ചിട്ട് പോയെന്നാണ്. The Bible says when a man was sleeping, the evil one came and began to deposit evil things. ആമേ, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അവെയർ ആയിരിക്കുക ഈ സമയങ്ങളിൽ. We should be aware of things concerning us at all times. ദൈവത്താൽ അല്ലാതെ ഈ കാര്യങ്ങൾ ഓപ്പൺ ആയി വരികയില്ല. Without God, nothing is going to happen, nothing is going to open. ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യുന്നു എന്നാ പറയുന്നത്. If you don't pray, somewhere it says you are sinning to God. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കൂടെ എഴുതി പാസ്റ്ററിൽ കൊടുത്തിട്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. Don't give all your burden to the man of God to pray and then go home and sleep. ആമേ, പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താലും പ്രാർത്ഥിച്ചിരിക്കണം. Even if you share with somebody else, you must pray. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. God's power and his work begins to manifest when you pray. അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങളൊന്നും ശരീരത്തിൽ നിൽക്കുകയില്ല. When you pray in the Holy Spirit, nothing will stand in your body. രോഗങ്ങളെല്ലാം വഴിമാറിപ്പോകും. Every disease will go away. പ്രതികൂലങ്ങളെല്ലാം വഴിമാറിപ്പോകും. Every opposition will go away. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണാൻ തക്കോണം. The wonders of the Lord will be manifest to our eyes. നമ്മൾ പ്രാർത്ഥനയിൽ ചാർജ്ഡ് ആകുമ്പോഴല്ല ക്ഷുദ്രജീവികളൊക്കെ വിട്ടുപോകും. When you are charged in prayer, every demonic element will go away. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാൻ കഴിയും. We'll be able to see the wonders of the Lord. ആമേ, കർത്താവിൻ ചില കാര്യങ്ങൾ പാരബിളിൽ നിന്നാണ് പഠിപ്പിച്ചത്. The Lord taught his disciples through parables. അതുപോലെ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പാരബിൾ എനിക്ക് കിട്ടി. When I was burdened about something, the Lord gave me a parable. അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. I'm going to tell you about that. ആമേൻ. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ The Lord took me to North India to preach the gospel. ചില വിഷയങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. I was burdened about something. I was in a place where there were no people. ഞാൻ ഇച്ചിരി ദൂരെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. I looked ahead and I saw a stopped train. ആ ട്രെയിനിന് 104 കമ്പാർട്ട്മെന്റ് ഉണ്ട്. I saw 104 compartments in that train. ആമേൻ. അത് ചത്ത് കിടക്കുകയാണ്. It's dead. അപ്പൊ അതിന്റെ അടിയിൽ ഇത് ചത്ത് കിടക്കുന്ന കാരണം ഇതിന്റെ അടിയിൽ പട്ടികൾ കിടന്ന് ഉറങ്ങുന്നു. Because the train was not moving anymore, there were dogs sleeping under the അതിനിടയിൽ train. ചില പൂച്ചകളും കിടന്ന് ഉറങ്ങുന്നു. I saw some cats also sleeping ഇതിന്റെ happily. ഓരോ കമ്പാർട്ട്മെന്റിലും പച്ചക്കറി, അരി, അതുപോലെ കൽക്കരി ഇതെല്ലാം നിറച്ചിരിക്കുകയാണ്. Many of these compartments in the train was full of coal, full of food, etc. അതിൽ കാക്ക വന്ന് പച്ചക്കറിയൊക്കെ കൊത്തിയെടുക്കുന്നു. The crow had come and had taken. കിളികൾ അരി കൊത്തി തിന്നുന്നു. The birds were coming and taking the birds. ചില ആളുകൾ ഇതിന്റെ ഇടയിൽ കൂടെ ചാടി അപ്പുറത്തോട്ട് കടന്നു പോകുന്നു. Some people were using the train to jump over. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വടി പോലുള്ള ഒരു കൊച്ചു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. I saw a man walking, a very slim man. അദ്ദേഹം ചെന്ന് ഈ എഞ്ചിൻ ബോയിക്കകത്ത് കയറി. He got into the engine room. എഞ്ചിൻ റൂമിനകത്ത് കയറിയിട്ട് ഈ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്ത് ചിക് ചിക് എന്ന് വെച്ചു. He began to start the train and that sound chick chick came. അപ്പൊ ഇതിന്റെ അടി കിടന്ന പട്ടിയും പൂച്ചയൊക്കെ ഇറങ്ങി ഓടുകയും കാക്കയും കിളിയും എല്ലാം മാറിപ്പോവുകയും ചെയ്തു. All the birds and everything began to move. അപ്പൊ ഈ എഞ്ചിൻ ചിക്ക് വെച്ചപ്പോ പുറകിലത്തെ കമ്പാർട്ട് പറയാ ചിക്ക് വെച്ചാൽ ഞാൻ ടക്ക് വെക്കും. When the engine says I will begin to chick, the last compartment say I will begin to tuck. അതെ, അങ്ങനെ ചിക് ചിക് ടക് ടക് എന്നും പറഞ്ഞ് 104 കമ്പാർട്ട്മെന്റ് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. Suddenly when the man began to start chick chick tuck tuck chick chick tuck tuck, he began അങ്ങനെ ക്ഷുദ്രജീവികൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. That means when you pray, the demons will just fly away. Praise the Lord. Hallelujah. അപ്പൊ എന്റെ മനസ്സിന് റിലാക്സ് കിട്ടിയതുപോലെ തോന്നി. I felt so relaxed in my mind. അപ്പൊ എന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവ് ഒരു വിടുതൽ തന്നു. In the same way, when whatever I was facing through, the Lord began to പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുന്ന പോലെ തോന്നി. I felt the Holy Spirit was strengthening me. ഇതുപോലെയാണ് ചില കാര്യങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോയി നമ്മെ കർത്താവ് വിജയത്തിലാക്കി മാറ്റാൻ അവന്റെ കരം വ്യാപരിക്കുന്നത്. That is how the Lord begins to move, by moving you with the Spirit and power. ഒരു കാര്യങ്ങളെ കുറിച്ചും ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. Never be burdened
burdened with anything, സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക അത്ര വേണ്ടത്. keep on thanking God for everything. ആ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണാൻ ദൈവം നമ്മെ സഹായിക്കും. God will give you grace to see the wonders of the Lord in that area. ആമേ, നല്ലപോലെ പ്രാർത്ഥിക്കാതെ ഒന്ന് രാത്രി ബെഡിലേക്ക് പോകരുത്. Don't sleep without praying. ആമേ, നല്ലപോലെ പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോയാൽ If you go to sleep without praying well, സ്വല്പം കഴിയുമ്പോൾ ഉണരും. after some time you പിന്നെ will wake. നേരം വിളക്കുന്നേരം ഉറങ്ങാതെ കിടക്കും. And then you will be awake till ആമേ, there is no. ചില ആളുകൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഉറക്കം വരും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും. Some people like that. If you go and work, you'll feel. ചില ആളുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും. When you drive, you'll feel sleep. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിയുള്ള അവസ്ഥ അറിയാമല്ലോ. You know what happens if you drive? Never drive. അവേ അവിടെയും കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. Therefore, it's the Lord who's taking care of. അവേ അതുകൊണ്ട് നല്ല പോലെ പ്രാർത്ഥന ജയമെടുത്തിട്ട് വേണം ബെഡിൽ പോകാൻ. So pray well that you may sleep a സുഖമായ healthy ഉറക്കം sleep. കിട്ടും. You will get a healthy, good sleep. നമ്മുടെ പിള്ളേരെല്ലാം അങ്ങനെ ചെയ്യണം. Our children must all be like that. അമ്മ ചിലപ്പോ ഇതൊക്കെ പറയുമ്പോൾ ചില ഞെളിപിരി കൊള്ളുകയാണ് ഇങ്ങനെ. Some people, when I say this, some people are not happy. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ സമ്മതിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ. Devil is not allowing them to pray. അമ്മ പക്ഷെ അതിനകത്തോട്ട് കയറിയാൽ ഒരു നല്ല സുഖമാണ്. But you know, when you get into the prayer, കടൽ തീരത്തെ തിരയുള്ളൂ. കടൽ തീരത്താണ് തിര എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. 7 തിര. wave always comes to the shore. ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയ ഡെപ്പോസിറ്റ് നന്മകളാണ്. But if you break all these initial waves and move into prayer, the deposits are there in the depths. പ്രാർത്ഥനയുടെ അകമണ്ഡലങ്ങളിലേക്കൊണ്ട് പ്രവേശിച്ചാൽ, so if you move into the intensity of prayer, deliverance is there. ആമേൻ. ചില കുഞ്ഞുങ്ങൾ പോലും ദീർഘമായി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. Even some children are praying with such intensity. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. I went and said a small child to pray. He was keeping സ്വല്പം quiet. കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു 2-3 വാചകമൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു കുഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോകുന്ന എന്റെ മനസ്സിൽ ഞാൻ ചുമ്മാ ചിന്തിച്ചു. I said probably after speaking 1 or 2 words, this child may get up and പക്ഷെ leave. ഞാൻ റോങ്ങാ. But I was wrong. പുള്ളിക്കാരി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1.5 മണിക്കൂറാ കൊച്ചു പ്രാർത്ഥിച്ചു കളഞ്ഞ്. The child began to 3 pray വയസ്സേ ഉള്ളൂ. publicly. Or 3-year-old child prays for half an ഏതെല്ലാം hour. വിഷയങ്ങൾക്കാ And പ്രാർത്ഥിക്കുന്നത്. you know that child prayed back so അമേരിക്കൻ many things. പ്രസിഡന്റിനും ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകത്തിലെ രാജ്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും ആമേ സഹോദരൻ സുവിശേഷ വേല കഷ്ടപ്പെടുന്ന പാസ്റ്റർമാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാ അവസാനിപ്പിച്ച്. ആരാ കൊച്ച്? ഒരു കൊച്ചു. സ്വോത്രം, എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണം. Okay, praise God. A child 3 years old was praying for the American president, for pastors, for everything in half an hour. She prayed for half an hour. ഇതെല്ലാം കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുക. She learned all these things by heart. അത്ഭുതപ്പെട്ടു പോയി. സ്വോത്രം. I Praise was the Lord. very surprised. Yes. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം. How much more we should pray. Praise the Lord. Praise അപ്പോൾ the Lord. പ്രാർത്ഥനയുടെ അകമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിക്കാൻ ദൈവം കാരണമാക്കുകയാണ്. If you move into the depth of intense prayer, God will show His deliverance and His wonders. ഇത്രയും പ്രാർത്ഥിച്ചാലും കർത്താവ് പറയാണ് നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും അപേക്ഷിച്ചിട്ടില്ലെന്ന്. The Lord is saying, after praying so much, you have never asked me anything in my name. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ അത് പിതാവ് മഹത്വപ്പെടുന്ന ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാ പറയുന്നത്. Whatever you ask in my name, so that the Father may be glorified, I will give it to you. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing that the Lord cannot do in our life. എല്ലാം കർത്താവിനാൽ സാധ്യമാണ്. Everything is possible. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെ കർത്താവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. The first thing we need to do is sit with the Lord. സാധാരണ പറയാറുണ്ട് ഇരുന്നിട്ട് വേണം കാല് നീട്ടാനെന്ന്. Normally we have to sit down first. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇരിക്കുക. Number 1, sit in the presence of God. കർത്താവിനോടുകൂടെ ഇരിക്കുക. Sit with the Lord. ആമേൻ. ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും പറഞ്ഞത് കർത്താവിനോടുകൂടെ ഇരിക്കുക എന്നാണ്. Even the disciples were told, sit with the Lord. അത് നമുക്കറിയാം. മർക്കോസ് 3:13-15 വരെയുള്ള വാക്യമാണ്. Mark, കർത്താവിനോടുകൂടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. sit with the Lord. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും നമ്മൾ കർത്താവിനോടുകൂടി ഇരുന്ന് ഉള്ള ഫലങ്ങൾ പ്രാപിച്ചെടുക്കാൻ കാരണമാകണം. We must be able to sit with the Lord and receive things. ആമേൻ. കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്തോറും നല്ലതായി കാണപ്പെടണം. As our life goes forward, there should be prosperity, there should be life, there should be improvement, there should be edification, there should be increase. അത് Hallelujah. കുറഞ്ഞു വരുന്ന മണ്ഡലങ്ങളിൽ കൂട്ടി വരണം. Christian life is never a decreasing life, it is an increasing life. ആമേൻ. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിട്ട് ഉണരണമെന്നാ പറയുന്നത്. Because the end of all things is at hand, may you be sober minded to pray, says the word of God. കർത്താവിന്റെ അവസാന കാലമാകും തോറും എല്ലാ പുകഴ്ചയും എല്ലാം ആമേൻ സ്തോത്രം രമ്യമായിട്ടും
എല്ലാം സ്നേഹമായിട്ടും വരണമെന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. The word of God says, let everything be good towards the end of time. ആരംഭത്തെക്കാൾ നമ്മുടെ ജീവിതത്തിൽ അവസാനം നല്ലതായിരിക്കണമെന്ന് കാണുക. The end of our life must be glorious compared to the beginning. ആമേൻ. നമ്മുടെ ജീവിതം കർത്താവിനോട് അടുത്തിരുന്ന് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഉണർന്നു വരികയാണ്. If we are ready to seek the Lord, He is going to be awake for us. നമ്മുടെ പൂർവ്വസ്ഥിതിയേക്കാൾ ഇനി വരാനിരിക്കുന്ന സ്ഥിതി അതിമഹത്താക്കി കർത്താവ് മാറ്റും. God is going to make our latter state glorious than the former state. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. More than we think. മറ്റുള്ള ആളുകൾ കണക്കൂട്ടി വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. More than how much people measure, He will give it to us. നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയ അനുഭവങ്ങളായിരിക്കും. And God will give us experiences which we have not seen. നമ്മൾ ഒരിക്കലും ആ തലങ്ങളിലൂടെ പോയി കാണത്തു We പോലുമില്ല. may not have gone through those situations. ദൈവം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരാൻ അവിടുത്തെ കരം ശക്തമാണ്. God is able to give you more and awesome excellent things. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏത് മണ്ഡലങ്ങളിലും ഐക്യമത്യത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇറങ്ങുകയാണ്. When we pray with unity, God will do great things. ആമേൻ. നമ്മുടെ സഭയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ മനസ്സ് ഒന്നായിട്ടിരുന്ന് ഒരുമിച്ച് ഒരു വിഷയത്തിന് വേണ്ടി ജയമെടുത്താൽ അത് ജയമാണ്, വിടുതലാണ്. If the 100 of us together pray in one accord about one thing, there will be a victory. ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. Focus, all of us focusing on one thing. അപ്പോൾ ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ ഭാഗത്ത് വെളിപ്പെട്ട് അത് വിടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. It becomes a deliverance in our life through the presence of God. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അകമണ്ഡലങ്ങൾ ഇറങ്ങാൻ സർവശക്തൻ സഹായിക്കട്ടെ. So may the Holy Spirit help us to go deep into prayer. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാകില്ല. I have to tell you one more thing so that this may become complete. ആമേൻ. ചില കാര്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഉപവസിച്ചും കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. Some things you need to fast also and pray. കാരണം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തിന് വേണ്ടി ഒന്ന് ഒരുക്കാനും ചില അന്ധകാര മണ്ഡലങ്ങൾ ഉടഞ്ഞു പോകാൻ അത് കാരണമാകും. Some areas of darkness have to be broken in certain lives. We have to fast. മത്തായി 17:21 പറയുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ജാതി നിങ്ങളെ വിട്ട് നീങ്ങി പോയില്ല. Matthew 17:21 it says, without fasting and prayer some of these things will not go away. ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും ഒന്നിച്ച് സമ്മേളിക്കണം. In some cases for some people this is very needed. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. Those who ഹല്ലേലൂയ. believe, lift your hand. അപ്പൊ അത് അങ്ങോട്ട് മാറ്റി വെക്കരുത്. അത് അന്നേരം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പ്രേരണ തന്നാൽ അങ്ങ് എടുത്തേക്കണം. If the Holy Spirit leads you to fast, please fast. എന്നാൽ ആ ഹാർഡുള്ള മണ്ഡലത്തിൽ ഈ ഉപവാസം കൃത്യമായിട്ട് ഫലിക്കും. Wherever you think it is so difficult to get an answer, this fasting will break the yoke. അത് കൃത്യമായിട്ട് ഫലിച്ചിട്ട് അത്ഭുത വിടുതലായിട്ട് ഇറങ്ങും. It will work correctly and the deliverance will come. അന്ധകാര മണ്ഡലങ്ങൾ മാറിപ്പോകാൻ കാരണമായി തീരും. There will be areas where the forces of darkness will get lost. കാര്യങ്ങൾ വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. Things will begin to become a blessing in our life. ആമേൻ. ഞാൻ ഇത് ധാരാളം അനുഭവിച്ചതാണ്. I have been through this much. ഈ 40 ദിവസം 4 പ്രാവശ്യം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. I have fasted 4 times, a period of 40 days each. 21 ദിവസം 25-ലധികം പ്രാവശ്യമെങ്കിലും കാണുമായിരിക്കും. 21 time fasting I have taken at least 25 times. ആമേൻ. ഒരു നേരം കഴിച്ചുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ കഴിക്കല് തീർന്ന് കുറവാണ്. You know, my eating is very less. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തി വരികയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണാനിടയായി തീർന്നു. My life is so planned that through fasting I have സഭയുടെ വിഷയങ്ങളാകുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. Because of the church I have been led to pray for the church with fasting. ആമേൻ. എല്ലാ മണ്ഡലങ്ങളും അതുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. It doesn't have to be through fasting in every area. എന്നാൽ അവരവർക്ക് അതതിന്റെ സമയത്ത് ആ ഉപവാസം എടുക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ കാണിച്ചു കൊടുക്കും. The Holy Spirit will tell you where you need to fast and pray. ആ മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഒരുപാട് നന്മകളാണ് നമുക്ക് ഉളവായി വരുന്നത്. If you decide to follow the Holy Spirit, you will be blessed. നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ അതിലൊരു വിടുതൽ വ്യാപരിക്കും. Whatever area we are praying for, there will be a deliverance and a blessing for them. ആമേൻ. ചിലപ്പോൾ സാത്താൻ നമ്മെ ഒരു കുഴിക്കകത്ത് തള്ളിയിടാനോ നമ്മൾ രോഗം കയറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുക. ആ മണ്ഡലങ്ങൾ തകർന്നു പോകും. Devil may be looking for an opportunity to destroy us through our body, but when you fast and pray, the devil goes away. ആമേൻ. എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും ബ്രേക്ക് ചെയ്യാൻ ആ ഉപവാസത്താൽ സാധിക്കും. That fasting led by the Holy Spirit will break the yoke. Not a പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാണ്. Fasting is not a doctrine of the church.
But fasting can be led by the Holy Spirit. If the Holy Spirit is telling you to fast, don't say, the doctrine doesn't say that. Say, the Lord told me to do it, I will do it. Praise Those the in agreement Lord. said an amen. ഹല്ലേലൂയ. Hallelujah. ആമേൻ. എന്നെ ആ കാര്യങ്ങളിലൊക്കെ ഉദ്യമിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്. Yes. വേദ വചനത്തിൽ തന്നെ അങ്ങനെ The രേഖപ്പെടുത്തിയിട്ടുണ്ട്. Holy Spirit, right now, the Holy Spirit is telling many of you, if the Lord is telling you fast, don't stop it. ആമേൻ. Fast and pray. Yes, Pastor. പ്രാർത്ഥനയിലൂടെ വലിയ ഉപവാസത്തിലൂടെ വലിയ വിടുതലുകൾ സംഭവിക്കും. Through, yes, I testify that through fasting, great things will happen for you. ഹാർഡായുള്ള പ്രതലങ്ങളെല്ലാം ഉടഞ്ഞു പോകും. Many areas where you think is tough, ദുർഘടങ്ങൾ broken, നിരപ്പാകും. God will make difficulties. താമ്രക്കാലുകൾ തകർന്നു പോകും. Many doors will be open for you. ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടും. Many things will be broken. നമ്മുടെ ശരീരങ്ങൾ കർത്താവിനായിട്ട് ഒതുക്കപ്പെടും. Our bodies will be prepared for the Lord. ദുഷ്ടചിന്തകൾ നമ്മെ വിട്ട് വഴിമാറും. Dirty, evil thoughts will leave us. ജഡചിന്തകൾ വിട്ടുപോകും. But thoughts of the flesh will leave us. ആത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ നിറയാൻ കാരണമായി We'll be full with the works of the Holy Ghost. ദൈവത്തിന്റെ സാന്നിധ്യം അധികം അനുഭവിക്കാൻ കാരണമായി തീരും. We'll be able to experience the ലോകത്തിന്റെ അറ്റാക്കുകളെ ബ്രേക്ക് ചെയ്യാൻ കാരണമായി. we'll be able to break the ഈ works of the ലോകത്തിൽ devil. വരുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും തകർത്തുകൊണ്ട് അതിന്റെ മേൽ ജയമെടുത്ത് നിൽക്കാൻ കഴിയും. We will be able to destroy all the works of the devil and stand in victory. കർത്താവിനോടുള്ള ഏകാഗ്രത വർദ്ധിക്കാൻ കാരണമായി The തീരും. focus of the Lord will increase. അവനോടുള്ള ഭക്തിയിൽ തന്നെ സഞ്ചരിക്കാൻ We ദൈവം will be കൃപയാക്കും. able to travel in our devotion to Him. അമേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എളുപ്പമായി കാണപ്പെടാൻ ദൈവം നമ്മുടെ മേൽ കൃപയാക്കും. The Lord will continue to bless us, grace us with His blessing. അമേ അങ്ങനെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിൽ പോകുന്നത് ഒരു വലിയ വിടുതലാണ്. It is a great thing to go deep into prayer. If fasting is required, do it. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ I'm പോവാണ്. going to bring close to the words. എന്നാലും ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. Finally, I want to say one more thing. അമേ പ്രാർത്ഥനയാൽ ദൂതനെ പോലെ ഓടിച്ചു കളയാൻ കഴിയും. Prayer can even take away an angel. ഉൽപ്പത്തി 32 26 മുതൽ 28 വരെ Genesis 32, 26 to 28 says, ഒരു ദൂതൻ വന്ന് യാക്കോബിന്റെ തുടയുടെ തടത്തിൽ തൊട്ടു, അത് ഉളുക്കി. an angel came and touched the bottom part of Jacob's thigh, and it began to get twisted. എന്നിട്ട് പോലും പുള്ളിക്കാരൻ വിടാതെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്റെ കാര്യം സാധിപ്പിക്കണം. But he kept on telling the Lord, let my thing be done. Bless me. അവസാനം ദൂതൻ പരാജയപ്പെട്ടു പോയി. ആമേ യാക്കോബ് ജയിച്ചു. The angel was defeated, Jacob won. ആമേ ജേക്കബ് അങ്ങനെ വിജയം നേടാൻ കാരണമായി തീർന്നു. Jacob became victorious. പ്രാർത്ഥനയിൽ കർത്താവിനോട് റസൽ ചെയ്തുകൊണ്ടിരുന്നു. Keep on wrestling in prayer. ആമേ ദൈവത്തോട് പ്രാർത്ഥനയിൽ റസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. Keep on wrestling. എത്ര പേര് സ്തോത്രം ചെയ്യുന്നു? പ്രൈസ് ദി We will ലോർഡ്. say amen. നമുക്കിന്ന് കർത്താവിനെ സ്തുതിക്കാമോ? Can we praise the Lord? എല്ലാ പോരാട്ട മണ്ഡലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. Let every opposition be കർത്താവിനെ removed. മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതം ഒന്ന് ശക്തിപ്പെട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയിലേക്ക് വരട്ടെ. എല്ലാ കണ്ണുകളോടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. Let's all stand up and give ജീസസ് glory to God. ചൂടാമാനാബാരാബ ശബ്ദത്തിൽ അല്പനേരം കർത്താവിനെ ആരാധിക്കാം. Let's keep on അവന്റെ worshiping കൃപ the Lord. നമ്മുടെ ജീവിതത്തിന്മേൽ വ്യാപരിക്കട്ടെ. Let God's grace come. ഖമന സന്തരാരകൾ ഖരക സൈഡൽ ജഗാനക ശബ്ദുന ജാനക പ്രൗഢ ബബാരിക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താവേ അവിടുത്തെ വലിയ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഉടാബാരാബാരാബാരാബ ശബ്ദുനാരഗാനക ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah, hallelujah. റുഖമനവര ശബ്ദുരാജകൾ ഖനക വൈഡാജഗാന ഈഗൽ ഖടകാരഗാനക താവേ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തികൾ ആമേൻ നടക്കട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ ഉടഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ We worship you, Lord. We worship. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ശരീരങ്ങളെ ഒന്നുകൂടെ കർത്താവിനോട് ഏൽപ്പിച്ചുകൊടുക്കുന്ന അനുഭവങ്ങളായി തീരാൻ അല്പകാര്യങ്ങൾ ദിവസം ആർ തുച്ഛീകരിക്കും. ചില വിടുതലുകൾ ദൈവമക്കളുടെ മേൽ ഇറങ്ങട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. ഈ സഭയ്ക്കായിട്ട് വിടുതൽ വ്യാപരിക്കട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. നന്മകൾ ഒരുങ്ങി വരട്ടെ. മനോഹരമായ ഈ സഭയ്ക്ക് ഉണ്ടാകട്ടെ. നാമത്തിൽ അതിനുള്ള കരങ്ങൾ നീട്ടപ്പെടട്ടെ. Let the church begin to prosper. Let hands be extended to them. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. അനേകരെ പിതാവ് ആകർഷിക്കുന്നു. പിതാവ് അനേകരെ ആകർഷിക്കുകയാണ്.
അത്ഭുതങ്ങൾ ദൈവം ഈ സഭയുടെ നടുവിൽ നടത്തുകയാണ്. രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. Thank you, Lord. Thank you, Lord. We worship you. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ അത്യന്ത കൃപ വ്യാപരിക്കപ്പെടട്ടെ. Let the grace of God be manifested. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവം മാറാൻ പോവുകയാണ്. People of God, ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. we are moving into the depth of prayer. ദൈവത്തോടുള്ള സാമീപ്യം വർദ്ധിക്കുകയാണ്. The closeness to God is increasing. അവരോടുള്ള ഏകാഗ്രത സ്ട്രോങ് ആകുകയാണ്. Our focus is increasing. Yes, Lord. അവൻ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവജനം എഴുന്നേൽക്കുകയാണ്. God is rising up to manifest His works in you. ദൈവം വിവിധ ആളുകളുമായിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. God is connecting you to many people. പിതാവ് അങ്ങനെ അനേകരെ ആകർഷിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. God is bringing many people to this church. ഈ ആലയത്തിന് വേണ്ടി നന്മകൾ ദൈവം ഒരുക്കുകയാണ്. God is preparing goodness for the church. അകത്തും അത് ഒരുക്കുകയാണ്. It is being prepared inside. അത് പുറത്തും ഒരുക്കുകയാണ്. Outside also. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് വരികയാണ്. It is coming from the hands of God. അവൻ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ കർത്താവ് വിടുതലുകൾ പകരുകയാണ്. The Lord is giving deliverance to people who are suffering. നന്മകൾ തുറക്കപ്പെടുകയാണ്. Your goodness, the goodness of God is being released for you. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളുടെ ബുദ്ധി മണ്ഡലങ്ങളെ കർത്താവ് വികസിപ്പിക്കുകയാണ്. The Lord is opening areas of your children's educational level. അവരുടെ ഹാർഡ്നെസ് മാറ്റി അത് ഈസിയാക്കി കൊടുക്കുകയാണ്. God is removing the hardness of your children's heart. അവൻ ദൈവത്തിന്റെ നാമം ഉയരുകയാണ്. The name of God is being lifted up. സ്വർഗ്ഗം കുനിഞ്ഞു നോക്കുന്ന ആരാധന ഈ സഭയുടെ നടുവിൽ. God is going to release a worship where heaven is going to look down. We want it, Lord. We want it. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ദൈവം അയക്കുകയാണ്. God is sending big works of the Holy Ghost. ദേശങ്ങളെ ദൈവം സന്ദർശിക്കുകയാണ്. You are going to lands to declare. അനേക ഇടങ്ങളിൽ ഈ സഭയ്ക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങളെ കർത്താവ് നൽകുകയാണ്. In many lands, God is going to give this church similar worships. വിവിധ ഭാഷക്കാർ ദൈവത്തെ ആരാധിക്കുകയാണ്. Many language people will come and worship God. അതിന് വേണ്ടുന്ന എല്ലാ നന്മകളും ഈ മണ്ഡലങ്ങൾ കർത്താവ് ഒരുക്കുകയാണ്. God is preparing His blessings, His goodness in every area of the church and the people. സമുദ്രത്തിൽ കൂടെ പോകുന്ന മത്സ്യത്തിന്റെ വായിൽ ചതുരദ്രഹ്മ പണമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് അതിന് വേണ്ടുന്ന എല്ലാ നന്മകളും ഒരുക്കുകയാണ്. The Lord who said the tax money is in the mouth of the fish is preparing everything needed for the church. Hallelujah. നമ്മുടെ മേൽ വരാൻ ദൈവം കൃപയാക്കട്ടെ. Let the Lord bring it to you. He is bringing it. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ വിടുതൽ. In the name of Jesus. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. I'm asking you. ഏത് വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്? Whatever you are worried about. നിങ്ങളുടെ ഹൃദയത്തിൽ അത് കൊണ്ടുവന്നാട്ടെ. Bring it to your heart right now. ഹല്ലേലൂയ. നമ്മുടെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. Both your hands. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. The Lord is working. ഏകാഗ്രമായി be focused. കർത്താവിനുള്ള സാമീപ്യത്തിൽ in the presence of the Lord. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. Give yourself to the Lord. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. I am going to pray for you. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ മക്കളുടെ മേൽ കർത്താവേ വിടുതലുകളെ പകരുമാറാകണമേ. വിവിധ വിഷയങ്ങളിൽ കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്പകാര്യങ്ങളുടെ ദിവസം തുച്ഛീകരിക്കുമെന്ന് പറയുന്ന പോലെ നിമിഷ നേരം കൊണ്ട് വിടുതലുകൾ ഇറക്കി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. In Jesus' name, let miracles happen. Oh, Jesus. Where wonders take place. കർത്താവേ നീ തന്ന വിടുതലായി സ്തോത്രം. Thank you for the deliverance. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. Bless this church, Lord. വർദ്ധിപ്പിക്കണമേ കർത്താവേ. Increase it, Lord. ദാസനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. Bless the man of God and his family. ആമേൻ. സകല ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. Bless every family and people. ആമേൻ. വലിയ വിശാലതകളെ കർത്താവ് കൊടുക്കണമേ. Lord, give them massive, vast experience. എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Everything we hand it in the hands of മറുപടി God. തന്നതിനാൽ സ്തോത്രം. Thank you for the answer. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഈ സഭയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the Lord bless this church mightily. ആളുകളെ കർത്താവ് ആഡ് ചെയ്യട്ടെ. May God add many, many millions of souls.
മനോഹരമായ ആലയം കർത്താവ് May the നൽകട്ടെ. Lord give you the most അതിന് beautiful വേണ്ടുന്ന thing. എല്ലാ വഴികളും കർത്താവ് തുറക്കട്ടെ. The Lord open every way for that. ഞാൻ നിരന്തരമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I keep on praying for you. അടിയനെ അവിടുത്തെ സഭയെ